ശക്തത്തിന്റെ പരിധിയിൽ ഞങ്ങൾ ശ്രമിക്കുന്ന സഹൃദയരും സ്നേഹിതരും നല്ലവരും പ്രിയപ്പെട്ടവരുമായ ഗൂളിക്കടവ് ദേശനിവാസികൾ, ഇവിടുത്തെ തൊഴിലാളി സുഹൃത്തുക്കൾ, ഓട്ടോ ഡ്രൈവേഴ്സ്, കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്ന മാന്യ സ്നേഹിതർ, വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഗൂളിക്കടവിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാർ, ഇവിടെ പാർക്കുന്ന മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും ഈ വൈകിയവേളയിൽ ഞങ്ങളുടെ ക്രിസ്തീയ അഭിവാദനങ്ങൾ ഈ തരുണത്തിൽ രേഖപ്പെടുത്തുന്നു. അട്ടപ്പാടി, അഗളി, മുണ്ടൻപാറ, ജല്ലിപ്പാറ, അതിനോടനുബന്ധിച്ച് ചിറ്റൂർ, ഈ മേഖലകളിൽ തുടർച്ചയായി നടത്തിവരുന്ന സമാധാന സന്ദേശ യാത്ര, മദ്യം, മയക്കുമരുന്ന്, സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരികളെപ്പറ്റി ബോധ്യപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന സമാധാന സന്ദേശ യാത്രയുടെ ഇന്നത്തെ പര്യവസാനത്തിന്റെ ഭാഗമായി ഞങ്ങൾ ഗൂളിക്കടവിലായിരിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചില നിമിഷങ്ങൾ നിങ്ങളുടെ വിലയേറിയ ചിന്ത ഞങ്ങളിലേക്ക് കൊണ്ടുവരണമെന്ന് ഒരിക്കൽ കൂടി താഴ്മയോടെ ഞങ്ങളോട് അപേക്ഷിക്കുന്നു. നാം പാർക്കുന്ന ഭൂമി സുന്ദരമായ ഭൂമി. 7 ഭൂഖണ്ഡങ്ങൾ ഈ ഭൂമിക്കുണ്ട്. ഏഷ്യയും ആഫ്രിക്കയും തെക്കേ അമേരിക്കയും വടക്കേ അമേരിക്കയും യൂറോപ്പും ഓസ്ട്രേലിയയും അന്റാർട്ടിക്ക അടക്കുന്ന 7 ഭൂഖണ്ഡങ്ങളാണ് നാം പാർക്കുന്ന ഭൂമി. 260-ൽ പരം രാഷ്ട്രങ്ങൾ നാം പാർക്കുന്ന ഈ ഭൂമിയിലുണ്ട്. അതിനോടനുബന്ധിച്ച് ഇന്നത്തെ നമ്മുടെ ഭൂമിയിൽ 6000 ഭാഷ സംസാരിക്കുന്ന മനുഷ്യകുലമുണ്ട്. 850 കോടിയിലേക്ക് ലോക ജനസംഖ്യ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യ ഇന്ന് ചൈനയെ കടത്തിവെട്ടി ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പട്ടണമായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. അതിന്റെ പ്രത്യേകത നിങ്ങൾക്കേവർക്കും അറിയണം. ഇന്നത്തെ ലോകം നല്ലതുപോലെ മുൻപോട്ട് പോകുന്ന കാലം, കണ്ടുപിടുത്തങ്ങളുടെ പരിമഴയും ഒരു കഴുകൻ ചിറകടിച്ച് ആകാശത്തിന്റെ മണ്ഡലങ്ങളിൽ കടക്കുന്നത് പോലെ ഇവിടുത്തെ ശാസ്ത്ര സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ മുന്നോട്ട് പോയൊരു സമയമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രപഞ്ചത്തിൽ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്നു. സാമ്പത്തിക രംഗം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ മനുഷ്യകുലത്തെ മുഴുവനായി ഞെട്ടിച്ചുകൊണ്ട് ഒരു വൈറസ് ഇവിടെ ആഞ്ഞടിച്ചു. 2019 ഒക്ടോബർ മാസം ചൈനയിൽ നിന്നിറങ്ങിയ 1 ഗ്രാം വൈറസ് ഇവിടുത്തെ ലോകത്തിന്റെ താളഗതികളെ മാറ്റി. അതിന്റെ പേരായിരുന്നു നോവൽ കൊറോണ വൈറസ്. 2 വർഷം പിറകിൽ 3 വർഷം പിറകിൽ അഗളിക്കാരും ഗൂളിക്കടവുകാരും അട്ടപ്പാടിക്കാരും കോട്ടത്തറക്കാരുമെല്ലാം കണ്ടു. എവിടെ തൊട്ടാലും വൈറസായിരുന്നു. നോട്ടിനകത്ത് വൈറസ്, പാൽ പാക്കറ്റിനകത്ത് വൈറസ്, വണ്ടിയുടെ കമ്പിയിൽ പിടിച്ചാൽ വൈറസ്. മനുഷ്യൻ അങ്ങോന്യം കരം കൊടുക്കുവാൻ ഭയപ്പെട്ടൊരു കാലമുണ്ടായിരുന്നു. ലോക ചരിത്രം പരിശോധിക്കുമ്പോൾ ഓരോ 100 വർഷത്തിനിടയ്ക്കും ഒരു മഹാവ്യാധി ഇവിടെ വരും. എവരി 100 years കമ്മിങ് എ പെസ്റ്റിലൻസ് ആൾ ഓവർ ദ വേൾഡ്. 1800-ൽ മനുഷ്യകുലത്തെ മൊച്ചൂടും പിടിച്ചുകൊണ്ട് ആയിരങ്ങളെ മരണത്തിന്റെ കരാളാവസ്ഥകളിലേക്ക് തള്ളിവിട്ട ഒരു മഹാവ്യാധി ഇവിടെ വന്നു. അതിന്റെ പേരായിരുന്നു പ്ലേഗ്. അത് കഴിഞ്ഞ് 117 വർഷത്തോളം ലോക സമാധാനത്തിൽ പോയി. 1917-ൽ 3 സംഭവങ്ങൾ ഇവിടെ നിറവേറി. 1917-ൽ ആദ്യമായി രണ്ടാമതൊരു മഹാവ്യാധി ഇവിടെ വന്നു. അതിന്റെ പേര് സ്പാനിഷ് ഫ്ലൂ. അത് കഴിഞ്ഞിട്ട് ആദ്യമായി കമ്മ്യൂണിസ്റ്റ് ഭരണം വരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ ആരാന്ന് പല സഖാക്കൾക്കും ഇന്നും അറിയത്തില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് കാറൽ മാർക്സ് എന്ന് പറയുന്ന ഒരു യഹൂദനായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ മറ്റൊരു ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഫ്രെഡറിക് എംഗൽസ്. അവരാണ് 5 ഭാഗങ്ങൾ: സ്വാതന്ത്ര്യം, സമത്വം, സുന്ദരം, ജനാധിപത്യം, സോഷ്യലിസം. ഇതായിരുന്നു മാർക്സിസത്തിന്റെ പ്രത്യേകത. അത് പടർന്നത് ഇസ്രായേലിലല്ല. 1917 മെയ് മാസം 1-ാം തീയതി തൊഴിലാളി സുഹൃത്തുക്കളുടെ യാത്രയായി റഷ്യയിലെ ക്രെംലിൻ കൊട്ടാരത്തിലേക്ക് അവർ യാത്രയായിട്ട് അവരൊരു മുദ്രാവാക്യം വിളിച്ചു: സർവ്വലോക തൊഴിലാളികളെ സംഘടിക്കുകയും സംഘടിച്ച് ശക്തരാകുകയും. അന്ന് ആദ്യമായിട്ട് റഷ്യയിലെ സാർ ചക്രവർത്തിമാരെ വെട്ടിമാറ്റിക്കൊണ്ട് ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണം വരുന്നത്. 1917-ൽ 3-ാമത്തെ സംഭവം ഉണ്ടായി. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ. കൊച്ചി മട്ടാഞ്ചേരി മുതൽ എവിടം വരെ ആഫ്രിക്കയിലെ നൈജീരിയ വരെ ചെറിയ യഹൂദൻ ആദ്യമായിട്ട് മടങ്ങി വരുന്നത് 1917 മെയ് മാസം 1-ാം തീയതിയാണ്. ഇതൊരു അന്ത്യദിനത്തിന്റെ ചാലുകളായി. 102 വർഷം നാമെല്ലാം സമാധാനത്തോടെ ഇരുന്നപ്പോൾ മനുഷ്യകുലത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു മഹാവ്യാധി ഇറങ്ങിത്തിരിച്ചു. അത് തുടങ്ങിയത് നോവൽ കൊറോണയും അത് നാം കണ്ടവസാനിച്ചത് ഒമിക്രോണ. പക്ഷേ അമേരിക്കയിൽ ഇന്നും
ഈ പനി തുടരുന്നു. അതിന്റെ പേര് JN2 എന്നും അതുപോലെ തന്നെ ICMR കണക്കനുസരിച്ച് ഇന്ന് കേരളത്തിലും ഈ പനി അടിച്ചുകൊണ്ടിരിക്കുന്നു. അഥവാ കോവിഡിന്റെ വകഭേദം ലോകരാജ്യങ്ങളെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിളിനകത്ത് ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു തന്റെ മടങ്ങിവരവിനോടനുബന്ധിച്ച് കോവിഡ് എന്ന ഭാഗത്തെപ്പറ്റി ഒരു കാര്യം പറഞ്ഞു. മത്തായി എഴുതിയ സുവിശേഷത്തിനകത്ത് ഇങ്ങനെ ഒരു ഭാഗം എഴുതിയിട്ടുണ്ട്. മത്തായി 24:21 ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ ഒരു വലിയ കഷ്ടമുണ്ടാകും. ഇൻ ദ ബിഗിനിങ് ഓഫ് ദ വേൾഡ് such a panic or pandemic situation not yet in your eyes the human kingdom watching a simultaneous pestilence all over the world. അതിനാസ്പദമാ അമേരിക്ക മുതൽ കന്യാകുമാരി വരെയുള്ള കടൽപ്പുറങ്ങളിൽ ഈ മഹാവ്യാധി ഇറങ്ങി. ഇതൊരു അന്ത്യദിനത്തിന്റെ നാളുകളായെങ്കിൽ ഈ ലോകം ഇനിയും അധിക നാളുണ്ടോ? ഇവിടെ ഇന്റർനെറ്റിന്റെ മരണങ്ങൾ നടക്കുമോ? ബാങ്കുകൾ തകരുമോ? ഒരന്തിമ യുദ്ധം ഉണ്ടാകുമോ? ഇതായി മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുവാൻ വേണ്ടി ഈ ദിവസങ്ങളിൽ സന്തോഷത്തോടെ കവലകൾ തോറും ഈ സത്യകാര്യം പറയുന്നത്. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു അദ്ദേഹത്തിന്റെ അവസാന നാളുകൾ ക്രൂശീകരണത്തിന് മുമ്പ് ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ മത്തായി 24:1-2-3 വാക്യങ്ങൾ അതിനകത്ത് ഇങ്ങനെ ചോദിക്കുന്നു. 4-ാം ഭാഗം വരുമ്പോൾ യേശു ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നു. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. അപ്പോൾ ഈ ലോകം അവസാനിക്കുമെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു ഉത്തരം പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ ക്രിസ്തുവെന്ന് പറഞ്ഞ അനേക കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് വരും. അതിനോടനുബന്ധിച്ച് ഈ ലോകം 3 ലോകങ്ങളെപ്പറ്റി സയൻസും രേഖപ്പെടുത്തി, ബൈബിളും രേഖപ്പെടുത്തി. അതിലൊന്നാമത്തത് ലോകം ഉൽപ്പത്തി പുസ്തകത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. ഇരുൾ ഭൂതലത്തിന്മീതെ വ്യാപരിച്ചു. വെള്ളത്തിന്മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ആ ലോകം ഇവിടെ നഷ്ടപ്പെട്ടു പോയി. ആ ലോകമായിരുന്നു നോഹയുടെ കാലത്ത് സംഭവിച്ചത്. ഇന്ന് 2ാമത്തെ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. പത്രോസ് ലീഗ എഴുതിയൊരു വാക്കുണ്ട്, അന്ത്യദിനങ്ങൾ ഇന്നത്തെ ലോകത്തിന്റെ പ്രത്യേകത. അതിനായി 2 പത്രോസ് 3:10 പറയുന്നു, കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരും. ആകാശം കൊടുമുഴക്കത്തോട് ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥം കത്തിയഴിയും. ഭൂമിയും അതിലെ സകല പണികളും വെന്തുപോകും. അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കവലതോറും ഇങ്ങനെ പാടാറുണ്ട്, ചൂള പോലെ കത്തുന്ന നാൾ വരുന്നതാ, ഈ ലോകം കത്തി നശിക്കും. 3ാമതായി നാം നോക്കുമ്പോൾ ഒരു പൊതുവാന ഭൂമി ഇവിടെ വരുന്നുണ്ട്. കഷ്ടതയില്ലാത്ത, പട്ടിണിയില്ലാത്ത, ദുർമരണങ്ങളില്ലാത്ത ഒരു ഭൂമി ഇവിടെ വരുന്നുണ്ട്. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ 21:1-2 ഇതാ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. 1ാമത്തെ ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോയി. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വരവിന്റെ 4 ലക്ഷണങ്ങൾ സവിസ്തരമായി മത്തായി സുവിശേഷം 24, 32, 33, 34 വാക്യങ്ങൾ. അത്തിയെ നോക്കി ഒരു ബൊമ്മ പഠിപ്പീൻ, അതിന്റെ കൊമ്പിളതായി ഇല തളർത്തുമ്പോൾ വേനൽ അടുത്തുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവനടുത്ത വാതിൽക്കൽ. 3 മരങ്ങളോട് ഇന്നത്തെ ഇസ്രായേലിനെ ഉപമിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തെ മരമാ അത്തിമരം. ബൈബിളിനകത്ത് ഹോശയ്യ 9:10 അത്തിവൃക്ഷത്തിൽ തലക്കണി പോലെ നിന്റെ പിതാക്കന്മാരെ ഞാൻ മരുഭൂമിയിൽ കണ്ടു. അതാ ഇന്നത്തെ ഇസ്രായേലിന്റെ രാഷ്ട്രീയം. 2ാമത്തെ മരം മുന്തിരി മരമാ. യോഹന്നാൻ 15:1-2 ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനും എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും അവൻ വെട്ടിക്കളയുന്നു. അതുപോലെ 3ാമതൊരു മരമുണ്ട്. ആ മരത്തിന്റെ പേര് ഒലിവ് മരം. അതവന്റെ സൗന്ദര്യത്തെ കാണിക്കുന്നു. 128-ാം സങ്കീർത്തനം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും നിർണായകമായി ഒലിവെന്ന മരം, യഹോവയെ ഭയപ്പെട്ടവന്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ അധ്വാനത്തിന്റെ ഫലം വീട്ടിലെത്തും. നിന്റെ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ ഒലിവുതൈകൾ പോലെയിരിക്കും. ഇന്നത്തെ ഇസ്രായേലിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, 7 രാഷ്ട്രങ്ങളുമായി കഴിഞ്ഞ ഒക്ടോബർ 7 മുതൽ അവൻ സംഘർഷത്തിൽ ഏർപ്പെട്ടു. അതാ വിശുദ്ധ ബൈബിൾ അത്തിത്തളർത്തു. 1 ഇസ്രായേൽ, പലസ്തീൻ, അതിനോടൊപ്പം ഹമാസ് പോരാളികൾ, അതിനോടൊപ്പം ലെബനോൻ, അതിനോടൊപ്പം സിറിയ, അതിനോടൊപ്പം യമൻ, അതിനോടൊപ്പം ഇറാൻ, അതിനോടൊപ്പം ടർക്കി. ഈ രാജ്യങ്ങളുമായി ഇസ്രായേൽ എന്ന രാഷ്ട്രം സംഘർഷത്തിൽ ഏർപ്പെടുന്നു. ഒക്ടോബർ മാസം 7-ാം തീയതി മുതൽ ഈ സംഘർഷം ഇവിടെ നടക്കുന്നു. അപ്പോൾ തന്നെ കഴിഞ്ഞ 2.5 വർഷത്തിലേറെയായി 3 വർഷമെടുക്കുന്നു റഷ്യ എന്ന് പറയുന്ന രാഷ്ട്രം
ഉക്രൈനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. വല്ലാത്തൊരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഈ ലോകം പോയിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അത്തിയെ നോക്കി ഒരു ബൊമ്മ പഠിപ്പീൻ, അതിന് കൊമ്പുള്ളതാ ഇല തളർക്കുമ്പോൾ വേനൽ. അങ്ങനെ നിങ്ങൾ ഇവിടെ കാണുമ്പോൾ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവിലും. അതുകൊണ്ട് കഴിഞ്ഞ 10 വർഷമായി പാലക്കാട് ചുരങ്ങൾ കാണുന്നൊരു വാർത്തയുണ്ട്. ഏറ്റവും നിർണായകമായി ഇന്ന് മഴ പെയ്തിറങ്ങുന്നു. അതിനോടനുബന്ധിച്ച പത്രവാർത്തകൾ നിങ്ങൾ നോക്കുമ്പോൾ യെല്ലോ അലർട്ടും മാംഗോ അലർട്ടും പൈനാപ്പിൾ അലർട്ടും റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും എല്ലാം ഈ പ്രകൃതിയുടെ ദുരന്തത്തെ കാണിക്കുന്നു. അതിനോടനുബന്ധിച്ച് ഭീകരമായ കാറ്റുകൾ അമേരിക്ക മുതൽ ഇന്ത്യ വരെയും ഇന്ന് കാറ്റുകൾ അടിക്കുന്നു. ഏറ്റവും ശക്തമായ കാറ്റുകൾ റീത്തയും കത്രീനയും വിൽമയും ഹാർവിയും ഓർമ്മയും മാത്യുവും ലോറൻസും മഹാ ബുൾബുൾ മേഘനോ സാഗർ ബുരേവി ടൗട്ടൈ. തമിഴ്നാടുകാരെ ഭാഷ പറഞ്ഞ അരുമയാന പൂയൽ இந்த നാൾക്കളിലെ അമേരിക്ക മുതൽ ഇന്ത്യ വരെ പൂയൽ അടിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടു, ഒരു ചെറുപ്പക്കാരന്റെ പേരും കാറ്റിന് ഇവിടുത്തെ ശാസ്ത്രലോകമിട്ടു. അത് താൻ ബിബിൻ ജോയ്. അങ്ങനെ ഇരുന്നപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു പെൺകുട്ടിയുടെ പേരിനും കാറ്റിനിട്ടു, ഡാന ചുഴലിക്കാറ്റ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തൊട്ടടുത്ത സംസ്ഥാനമായ ആന്ധ്രയിലും അതിനോടുകൂടെ തമിഴ്നാട്ടിലും വീണ്ടും കാറ്റടിച്ചു, ഫിൻജാൽ എന്ന കാറ്റ്. അതൊരു അന്ത്യദിനത്തിലേക്ക് വരുന്നു. മേഘങ്ങളെ പേരാക്കി ഒരു മേഘം ഉയരത്തിൽ നിന്ന് വരുന്നതിന്റെ നിവൃത്തിയായി ഇവിടെ കാറ്റുകൾ അടിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം 7 രാഷ്ട്രങ്ങളുമായി യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ, ഒരു സ്ഥലത്ത് റഷ്യ ഉക്രൈനെ ആക്രമിക്കുമ്പോൾ ഒരേക ലോക ഭരണത്തിന് വേണ്ടി ലോകം കൊതിക്കുന്നു. ഇന്ത്യയുടെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഒരിക്കൽ ഒരു കാര്യം പറഞ്ഞുകൊണ്ട്, എന്താ പറഞ്ഞത്? ലോകം ഒരുവൻ ഭരിച്ചില്ലെങ്കിൽ കൊള്ളാമായിരുന്നു. 2023 G20 ഉച്ചകോടി നടക്കുമ്പോൾ ഇന്ത്യയുടെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരുവന്റെ കയ്യിൽ ഭരണം കൊടുത്താൽ നന്നായിരിക്കും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി മോഡി സാർ അബുദാബിയിൽ ഒരു അമ്പലം ഉദ്ഘാടനം ചെയ്യാൻ പോയി. 7000 രൂപയുടെ അമ്പലം, കോടിയുടെ അമ്പലം അവിടെ ഉദ്ഘാടനം ചെയ്തപ്പോൾ ലോകമാധ്യമങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡി സാറിനോട് പറഞ്ഞു, മോഡി സാർ ഒരു നയാ ബാത്ത് സംസാരിക്കണം. മോഡി സാറിനോട് പറഞ്ഞു, ഒരു നല്ല സംസാരം സംസാരിക്കണം. മോഡി സാർ അബുദാബിയിൽ സംസാരിച്ചത് ഇന്നത്തെ ഏഷ്യാനെറ്റിലും മനോരമയിലും മാതൃഭൂമിയിലും ഉണ്ട്. എന്താ അദ്ദേഹം സംസാരിച്ചതെന്നറിയാമോ? भाइयों बहनों, ये सुनना मांगता अपना दुनिया बरकत और शांति समाधान मिलने के लिए एक आदमी 100 हुकूमत दिएगा तो अच्छा है. മോഡി സാർ ലോകരാജ്യങ്ങളോട് പറഞ്ഞു, ഒരുവൻ ലോകം ഭരിച്ചാൽ നമ്മുടെ ലോകത്തിന് ശാന്തിയും സമാധാനവും കിട്ടും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ പത്രം വായിക്കുന്ന പാലക്കാടുകാർക്കറിയാം, ബ്രിക്സ് ഉച്ചകോടി എന്ന് പറയുന്ന ഒരു ഉച്ചകോടി റഷ്യയിൽ നടന്നു. റഷ്യയിൽ നടന്നപ്പോൾ ഒരു സംഭവം നടന്നു. എന്താ? 3 ലോകരാഷ്ട്ര നേതാക്കളും ഒന്നിപ്പിച്ചു. റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ഉത്തര കൊറിയയുടെ പ്രസിഡന്റ് കിം ജോങ്ങും ഒരുമിച്ചിട്ടൊരു കാര്യം പറഞ്ഞു, ലോകം ഒരുവൻ ഭരിച്ചാൽ കൊള്ളാമായിരുന്നു. ഒരേക ലോക ഭരണത്തിന് വേണ്ടി ലോകം കൊതിക്കുന്നു. അന്ന് അവരൊരു കാര്യം പറഞ്ഞു, എണ്ണവില ഡോളറിൽ നിന്ന് മാറി ക്രിപ്റ്റോ കറൻസിയിൽ കയറണം. അങ്ങനെയെങ്കിൽ ഒരു കറൻസി ഇവിടെ പാലക്കാടും വന്ന് ഉൾക്കടവിലും വന്നു. ആ കറൻസിയുടെ പേരാ സാധാരണ കറൻസി, അതിന്റെ പേരാ ബീറ്റ് കോയിൻ. 6250 വരെയുള്ള ഒരു കറൻസി 2009 ആരംഭിച്ചെങ്കിൽ ഇന്ന് ബാങ്കും വേണ്ട, രജിസ്റ്ററും വേണ്ട, ചെക്കും വേണ്ട, ഒന്നും വേണ്ട. അതിനാസ്പദമായി ഒരു നമ്പർ അടിച്ചാൽ ലോകത്തെവിടെയും ട്രാൻസാക്ഷൻ നടക്കുന്ന ഇന്നത്തെ ഏറ്റവും നിർണായക കറൻസിയായി, ക്രിപ്റ്റോ കറൻസിയായി ബീറ്റ് കോയിൻ വന്നു. അവർ അത് പറഞ്ഞതിന് ശേഷം $90,000 പോയെങ്കിൽ താമസമില്ല. എണ്ണവില ഡോളറെന്ന് മാറിയാൽ അമേരിക്കയും ഗൾഫ് രാജ്യങ്ങളും പടപട ഇവിടെ താഴെ വീഴും. സാമ്പത്തിക മണ്ഡലം തകരുവാൻ വേണ്ടി വൻശക്തികൾ മുൻപോട്ട് വരുന്നു. അതിനാസ്പദമായി അടുത്ത ദിവസങ്ങൾ നിങ്ങൾ കാണാൻ പോകുന്നൊരു വാർത്തയുണ്ട്. അമേരിക്കയുടെ പ്രസിഡന്റ് 47ാമത്തെ പ്രസിഡന്റായി മിസ്റ്റർ ട്രംപ് അധികാരമേൽക്കുന്നു. ട്രംപിന്റെ കൂടെ ഒരു ചെറുപ്പക്കാരൻ കരം കൊടുക്കുന്നു. അവന്റെ പേരാ ഇലോൺ മസ്ക്. ലോകത്തിലെ ഏറ്റവും വലിയ പൈസക്കാരൻ ഇലോൺ മസ്ക് ട്രംപിനോട് കരം കൊടുക്കുന്നു. മിസ്റ്റർ ട്രംപ് അധികാരത്തിൽ വന്ന് ഇലക്ഷൻ ജയിച്ചപ്പോൾ ഇന്ത്യയുടെ നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തു. അപ്പോൾ തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിന് പിന്തുണ കൊടുക്കുമ്പോൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നടക്കാൻ പോകുന്നത് ഒരേക ലോക ഭരണത്തിന് വേണ്ടി ഇവിടുത്തെ ഭരണാധികാരികൾ മുൻപോട്ട് വരുന്നു. അതാ ഞങ്ങളുടെ ബൈബിളിനകത്ത് പറയുന്നു. എന്താ പറയുന്നതെന്ന് അറിയാമോ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു സ്ഥലത്ത് ഇസ്രായേലും മറ്ററബ് രാഷ്ട്രങ്ങളും ലോകരാഷ്ട്രങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവനടുക്ക വാതിൽക്കൽ, അതിന് നിങ്ങളുടെ മൊബൈലിൽ അടിച്ചാൽ കിട്ടുന്ന ഒരു കാര്യമുണ്ട്, ന്യൂ വേ വേൾഡ് ഓർഡർ. ഒരുവന്റെ കയ്യിലേക്ക് ലോകം, ഒരുവന്റെ കയ്യിലേക്ക് ലോകം വരണമെങ്കിൽ ഒരുവൻ എങ്ങനെ ഈ ലോകത്തെ ഭരിക്കും? ഏകദേശം 850 കോടി ജനങ്ങളുള്ള ലോകം, 6000 ഭാഷ സംസാരിക്കുന്ന ലോക മനുഷ്യൻ, ഒരുവൻ എങ്ങനെ ലോകം ഭരിക്കണമെങ്കിൽ അതിനാസ്പദമായി
ഇവിടെ ഒരു വല വേണം, അതിന്റെ പേര് ഇന്റർനെറ്റ്. ആസ്പദമായി ഇവിടെ കമ്പ്യൂട്ടർ വന്നു. 1945 മുതൽ കമ്പ്യൂട്ടറിന്റെ ഒന്നാമത്തെ പതിപ്പ് ഇവിടെ വന്നു. അതിനെ P1 എന്ന് ലോകം വിളിച്ചു. 1961 കമ്പ്യൂട്ടറിന്റെ രണ്ടാം പതിപ്പ് P2 ഇവിടെ വന്നു. 1971 P3 എന്ന് പറയുന്ന കമ്പ്യൂട്ടറിന്റെ മൂന്നാം പതിപ്പ് വന്നു. 1987 കമ്പ്യൂട്ടറിന്റെ നാലാം പതിപ്പായി പെന്റിയം 4 എന്ന് പറയുന്ന ഏറ്റവും നിർണായകമായ നാലാമത്തെ ഭാഗം ഇവിടെ വന്നു. ഇന്ന് കമ്പ്യൂട്ടർ ശൃംഖല മാറി. ഇന്ന് നിങ്ങളുടെ മൊബൈലും കമ്പ്യൂട്ടറും അടിച്ചാൽ WW വേൾഡ് വൈഡ് വെബ്സൈറ്റ്, അഥവാ ലോകം ഒരുവന്റെ കയ്യിലേക്ക്. ഇന്ന് ഇവിടുത്തെ ഫേസ്ബുക്കും ഇവിടുത്തെ ട്വിറ്ററും ഇവിടുത്തെ യൂട്യൂബും ഇവിടുത്തെ വാട്സപ്പും ഏത് ഉപയോഗിക്കണമെങ്കിൽ WW എന്നൊരു ഭാഗം അടിക്കണം. ആ W ആണ് 666. മലയാളത്തിൽ A1, B2, C3, D4, E5, F6 പറയുമ്പോൾ യഹൂദന്റെ അക്ഷരമാലയിൽ 6ാമത്തെ അക്ഷരമാ ഈ W. അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടറിനെ ബേസ് ചെയ്തുകൊണ്ട് ബൈബിളിനകത്തൊരു ഭാഗമുണ്ട് WWW. അതിനാസ്പദമായി കമ്പ്യൂട്ടറിനകത്ത് ഏത് ലോഗിൻ ചെയ്യണമെങ്കിലും ഇവിടുത്തെ വനിതാ ജുവലറിയോ വൃന്ദാവൻ വെഡിങ് സെന്ററിൽ കാണുന്നത് WW അടിച്ചു കഴിഞ്ഞ് ടൈപ്പ് ചെയ്യുമ്പോൾ അവരുടെ ഡീറ്റെയിൽസ് കിട്ടുന്നത് പോലെ WW നിറവേറുവാൻ 5W ബൈബിളിനകത്തുണ്ട്. അതാ ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിൽ ഒരു ഏകലോക ഭരണം വരുമ്പോൾ ഒന്നാമത്തെ W ഈ ലോകം ഭരിക്കാൻ വരുന്ന ഒരു മുറിവേറ്റവനായിരിക്കും. അതാ ഇന്നത്തെ സിറിയയിൽ നിന്ന് വരും. ഇവിടെ നമ്മുടെ യോഗം നടക്കുമ്പോൾ സിറിയയുടെ പ്രസിഡന്റ് ദാരുണമായി കൊല്ലപ്പെട്ടു. ആ സിറിയയിൽ നിന്നാണ് എതിർ ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി എഴുന്നേറ്റ് വരുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ ഭാഗം അവൻ മുറിവേറ്റവനായിരുന്നു. 2 W കമ്പ്യൂട്ടർ റിലേറ്റഡ് ടു വേൾഡ് റൂളർ. അതിനുവേണ്ടി രണ്ടാമത് വരുന്ന W ഏറ്റവും നിർണായകമായി വരുന്നു. അവൻ അതിശയിപ്പിക്കുന്ന ഒരു ഭരണാധികാരിയായിരിക്കും. അതിന്റെ പേരാ വർഷിപ്പ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം, ഈ വരുന്ന ഭരണാധികാരി ആരാധന കൊതിയനായിരിക്കും. അതുകൊണ്ട് ആരാധന അവനെ പറയുന്നു. അത് കഴിഞ്ഞ് 4ാമത്തെ ഭാഗമാ അവന്റെ ശബ്ദം ലോകം കേൾക്കും. അതിനാസ്പദമായി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ഗൂഗിൾ ഇറങ്ങി. എന്താ ഗൂഗിളിന്റെ പ്രത്യേകത? ഒരു കാലത്തെ ഗൂഗിളിന്റെ പ്രത്യേകത, ഒരു വ്യക്തി മണ്ണാർക്കാട് വന്നാൽ ആനക്കട്ടിയിൽ പോകാൻ വഴിയിൽ നിന്ന് വഴി ചോദിക്കേണ്ട കാലമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ മൊബൈലിനകത്ത് ഗൂഗിളിനോട് ചോദിച്ചാൽ വഴിയും ലൊക്കേഷൻ തരുന്നു. അതാ ഇന്ത്യക്കാരൻ സുന്ദർ പിച്ചയുടെ ഏറ്റവും നിർണായകമായ കണ്ടുപിടുത്തമാ ഇന്നത്തെ ഗൂഗിൾ സംസാരിക്കുന്നു, മനുഷ്യന്റെ ലൊക്കേഷൻ തരുന്നു. 4W നിങ്ങളോട് പറഞ്ഞു. 1 മുറിവേറ്റ സമൂഹത്തിൽ നിന്ന് വൂണ്ടഡ് മാൻ. 2 അതിശയിപ്പിക്കുന്ന ഒരു മനുഷ്യനായി വണ്ടർഫുൾ. 3 അവൻ ആരാധന കൊതിയനായി വർഷിപ്പായി. 4ാമത് ഇന്നത്തെ ഗൂഗിൾ സംവിധാനം ഇസ്രയേലിന്റെ പർവ്വതനിരയായ മെഗിദോ താഴ്വരയിൽ 1000 മനുഷ്യന്റെ തലച്ചോറ് വലിപ്പത്തിൽ ഒരു കമ്പ്യൂട്ടർ സെറ്റ് ചെയ്യുന്നു. അതിന്റെ പേര് വോയിസ് ട്രാൻസ്ലേറ്റർ. അവൻ അന്ത്യദിനത്തിൽ ലോകത്തോട് സംസാരിക്കും. നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഓണാശംസ മൊബൈലിൽ കൂടി സംസാരിച്ചു. ഇന്ന് നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ 8 കോടി ജനങ്ങൾ ഒരേ സമയം സംസാരം കേൾക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് ഗൂഗിൾ വഴി ട്രാൻസ്ലേറ്റ് ചെയ്ത് ലോകത്തിൽ കിടക്കുന്നു. പാലക്കാട് മത്സരിച്ച പ്രിയപ്പെട്ട MP ശ്രീകണ്ഠൻ സാർ ഇവിടെ വന്നില്ല. അദ്ദേഹം മൊബൈലിൽ കൂടി നിങ്ങളോട് വോട്ട് ചോദിച്ചതുപോലെ ഇനിയുള്ള കാര്യങ്ങൾ ഗൂഗിൾ കാര്യങ്ങൾ നിശ്ചയിക്കത്തക്കവണ്ണം ഒരു മനുഷ്യന്റെ കയ്യിലേക്ക് അധികാര കൈമാറ്റം വരുന്നു. വെളിപ്പാട് 13 വരുമ്പോൾ ഒരു അന്തിമ യുദ്ധത്തിന് വേണ്ട കലം ഇവിടെ ഒരുങ്ങുന്നു. അതിനാസ്പദമായി വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ സകല ഗോത്രത്തിന്മേലും ഭാഷമേലും ജാതിമേലും അവൻ അധികാരം ലഭിച്ചു. അതിന്റെ പ്രത്യേകത മനസ്സിലാക്കണം. ഇന്ന് സകല ജാതികളും ഒരുമിക്കുന്നു. അകലിയിൽ നമ്മൾ നിൽക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. വത്തിക്കാനിനകത്ത് ലോകത്തിലെ ആത്മീയ നേതാക്കൾ ഒരുമിക്കുന്നു. അതിനാസ്പദമായി കത്തോലിക്ക സഭയുടെ ഹെഡ്ക്വാർട്ടേഴ്സിനകത്ത് ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ മകനും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും വർക്കല ശിവഗിരി മഠാധിപതിയും മർത്തോമാ സഭയുടെ നേതാക്കളും കത്തോലിക്ക സഭയുടെ നേതാക്കളുമെല്ലാം ഒരുമിച്ച് വത്തിക്കാനിൽ ഒരു ഏകലോക മതത്തിനു വേണ്ടി പിൻപിൽ തയ്യാറെടുക്കുന്നു. ഒരു ഭരണം ഇവിടെ വരാൻ പോകുന്നു. അതിനോടനുബന്ധിച്ച് രണ്ടാമതായി ഇവിടുത്തെ ഭരണകൂടങ്ങൾ തകരുന്നു. 2009 മുതൽ ഒരു സഹോദരി നാട്ടുമാങ്ങ വലിച്ചിടുന്നത് പോലെ ഇവിടുത്തെ ഭരണകൂടങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. എന്താ ഭരണകൂടങ്ങളുടെ തകർച്ച? അറബ് വസന്തം എന്ന് പലരും പേർ വിളിച്ചു. അത് അറബ് വസന്തമല്ല. 2009 ആഫ്രിക്കയുടെ വടക്കേറ്റം. 1ാമത്തെ ഭരണമായി ടുണീഷ്യ, 2ാമത്തെ ഭരണമായി അൾജീരിയ. അത് കഴിഞ്ഞ് ലിബിയയിലെ കേണൽ ഗദ്ദാഫിയെ പൈപ്പിനകത്തിട്ട് വെടിവെച്ചു കൊന്നു. ഈജിപ്തിലെ ഹോസ്നി മുബാറക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി. ഇന്ന് സിറിയയിലെ പ്രസിഡന്റ് മരിക്കപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് യമൻ കലാപം മുറുകുന്നു. ലെബനോനിൽ ഭരണകൂടം തകരുന്നു. അവസാനമായി നിങ്ങൾ കണ്ടു, നമ്മുടെ തൊട്ടടുത്ത പട്ടണമായ ബംഗ്ലാദേശിൽ കലാപത്തിൽ ഭരണകൂടങ്ങൾ തകർന്നു.
തകർന്നു. അതുകൊണ്ട് ഞങ്ങളുടെ സുഹൃത്തുക്കൾ വഴിയരിക പാടും, ഭരണകൂടങ്ങൾ തകരുന്നു. അത് മാത്രമല്ല, ഇന്ന് കടലിന്റെ മുഴക്കം കേട്ടുകൊണ്ടിരിക്കുന്നു. കൊച്ചി തീരനിയമവാസികൾ വളരെ പ്രതിസന്ധിയിലായിരിക്കുന്നു. അമേരിക്കയിൽ കാണുന്നത് പോലെ കള്ളക്കടലും കള്ളിക്കടലുമായി ഇന്ന് കടൽ വലിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ഇവിടെ കാണുന്നു. ഇതെല്ലാം പ്രകൃതിയുടെ അന്ത്യദിനങ്ങളിലേക്ക് ആരോ ഈ ഭൂമിക്ക് ചരമഗീതം പാടുന്ന ദിവസങ്ങളിലേക്ക് വരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതിനോടനുബന്ധിച്ച് ഏറ്റവും നിർണായകമായി ഒരു സംഭവം ഇവിടെ നടക്കുന്നു. അതിനാസ്പദമായി ജനം റോഡിൽ ഇളകുന്നു. 2009 അതും തുടങ്ങി. അമേരിക്കയിലെ വാൾ സ്ട്രീറ്റിനകത്ത് ഒരു കലാപം തുടങ്ങി. ആ വാൾ സ്ട്രീറ്റ് ശമ്പളത്തിന് വേണ്ടി ജനം റോഡിനകത്ത് ഇറങ്ങി. അത് പിന്നെ ചൈനയിലേക്ക് വന്ന് ടിയാമൻ സ്ക്വയറിൽ അവിടെയും വിഷയമായി. ഏറ്റവും നിർണായകമായ വിഷയങ്ങൾ അവിടെയും നടന്നു. അത് കഴിഞ്ഞ് ഗൾഫിലെ സുഹൃത്തുക്കൾ ഏറ്റവും നിർണായകമായ ഒരു കാര്യത്തിലേക്ക് കടന്നുപോയി. ജോലി കിട്ടാഞ്ഞ് അറബിയുടെ കാർ തടഞ്ഞു. ഇവിടെ നാട്ടിനകത്തും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലും എല്ലാ ദിവസവും സമരങ്ങൾ, ഇരുന്ന് സമരം, കിടന്ന് സമരം, നിലവിളി സമരമെല്ലാം മലയാള പത്രവാർത്തകൾ നിങ്ങൾ കാണുന്നു. ഡൽഹിയിൽ ഒരു സമരം നടന്നു. അതിതാ ഈ അണ്ണാ ഹസാരെ എന്ന് പറയുന്ന ഒരു പിതാവ് ഒരു സമരം തുടങ്ങി. ആ സമരത്തിന് പരിണതഫലമായി ഒരു പാർട്ടി ഡൽഹിയിൽ വന്നു. ആ പാർട്ടിയുടെ പേര് ആപ്പ് പാർട്ടി, ചൂല് പാർട്ടി, AAP. ഇന്ന് 2 സംസ്ഥാനങ്ങൾ ജനമിളകിയതിന്റെ വെളിച്ചത്തിൽ പഞ്ചാബും അതുപോലെ തന്നെ ഏറ്റവും നിർണായകമായി ഡൽഹി അവർ ഭരിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മൂന്നാറിൽ ഒരു സഹോദരി ഗോമതി ഒരു പ്രസ്ഥാനവുമായി ഇറങ്ങി. പെമ്പിളை ഒരുമൈ 3000 പേർ ആ സമരത്തിനകത്ത് പങ്കെടുത്തെങ്കിൽ ഞങ്ങളുടെ ബൈബിളിനകത്ത് 2600 കൊല്ലം മുമ്പ് ഇങ്ങനെ ഒരു വാക്യം എഴുതി: ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെ ഇളക്കും. പ്രപഞ്ചത്തിന്റെ ശക്തിയിൽ ഇവിടെ ഇളക്കുന്നു, ഭൂമിയെ ഇളക്കും. അതാ ഇന്നത്തെ ഭൂമിയിലെ പ്രകൃതി ദുരന്തങ്ങൾ. അതിനോടനുബന്ധിച്ച് കടലിനെ ഇളക്ക്. അമേരിക്കയിലുമെല്ലാം കള്ളക്കടലും കള്ളിക്കടലും തിരമാലകളും. കൊച്ചിയുടെ പട്ടണത്തെ തിരമാലകൾ പുൽകിക്കൊണ്ടിരിക്കുന്നു. ഈ ഇളക്കത്തിന്റെ നടുവിൽ സകല ജാതികളെയും ദൈവം ഇളക്കും. അതിനാസ്പദമായ അമേരിക്കയിലെ ഒഫ്യൂലെ കടപ്പം മുതൽ കന്യാകുമാരി തേങ്ങാപട്ടണം വരെ 1 ഗ്രാം വൈറസ് എന്ന കോവിഡ് ധനവാനെയും സമ്പന്നനെയും ദരിദ്രനെയും മാസ്ക് വെച്ചവനെയും മുതലാളിയും എല്ലാം കരങ്ങളിൽ പിടിച്ചു. എന്നാൽ ഇതിന്റെ നടുവിൽ ഒരു സംഭവം നടക്കും. സകല ജാതികളുടെയും മനോഹര വസ്തു വരും. ഇന്ന് ഗൂളിക്കടവിൽ യേശുക്രിസ്തു സകല ജാതികളുടെയും മനോഹര വസ്തു. യേശുക്രിസ്തു പെന്തക്കോസിന്റെ ദൈവമല്ല, കത്തോലിക്ക സഭയുടെ ദൈവമല്ല, മർത്തോമയുടെ ദൈവമല്ല, ഹൈന്ദവ സഹോദരങ്ങളുടെ ദൈവമല്ല, യഹൂദന്റെ ദൈവമല്ല, ഇസ്ലാമിന്റെ ദൈവമല്ല, ജൈനന്റെ ദൈവമല്ല, ബുദ്ധന്റെ ദൈവമല്ല. സകല മനുഷ്യരുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെടണം. ആ ക്രിസ്തുവിനെയാ ഇന്ന് ഞങ്ങൾ ഈ കവലയിൽ ഉയർത്തുന്നത്. സകല ജാതികളുടെ മനോഹര വസ്തുവായി യേശു ക്രിസ്തു മടങ്ങി വരുമെന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ നിങ്ങളോട് പ്രഖ്യാപിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ബാങ്കിംഗ് മേഖലകൾ മുഴുവൻ തകർന്നുകൊണ്ടിരിക്കുക. ഇന്ന് ഇലോൺ മസ്ക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആഗോള വ്യാപകമായി ഒരു കാര്യം പറഞ്ഞുകൊണ്ടുവരുന്നു: മനുഷ്യന്റെ കയ്യിൽ മൈക്രോ ചിപ്പ് വെച്ച് തരാം. വളരെ ലോകം മുൻപന്തിയിലേക്ക് പോന്നു. ഇവിടെ നിങ്ങളെല്ലാം ഈ ബാങ്കിംഗ് മേഖലയായിട്ട് ബന്ധപ്പെടുന്നതാണ്. 2009 മുതൽ മനുഷ്യനെ അക്കത്തിൽ അറിയപ്പെടാൻ തുടങ്ങി. ഇൻഫോസിസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് 150 കോടി ജനത്തെ മൻമോഹൻ സിംഗ് ഇവിടെ ഒരു നമ്പർ കൊണ്ടുവന്നു. ആധാർ വന്ന സമയത്ത് എല്ലാവരോടും പറഞ്ഞു, വേണമെങ്കിൽ ആധാർ എടുക്കാം, വേണ്ടെങ്കിൽ ആധാർ എടുക്കണ്ട. പക്ഷെ കാലം മാറി. ഇന്ന് ഏത് കാര്യത്തിനും ആധാറില്ലാതെ നടക്കത്തില്ല. കുട്ടി ജനിച്ചാലും സ്കൂളിൽ പോയാലും ആ പ്രമാണം നടത്താനായാലും ബാങ്ക് അക്കൗണ്ട് ആയാലും ലൈസൻസ് ആയാലും ഏതിടപാടായാലും മനുഷ്യന്റെ പേര് വേണ്ട, 12 അക്കമുള്ള ആധാർ നമ്പർ വേണം. ഇന്ത്യയിൽ ആധാർ വന്നപ്പോൾ ദുബായിൽ എമിറേറ്റ്സ് ഐഡന്റിറ്റി, സിംഗപ്പൂരിൽ മറ്റേ ഒരു ഐഡന്റിറ്റി നമ്പർ, ആസ്ട്രേലിയയിൽ ആസ്ട്രേലിയൻ ഐഡന്റിറ്റി, അമേരിക്കയിൽ അമേരിക്കൻ ഐഡന്റിറ്റി. അങ്ങനെ മനുഷ്യൻ അക്കത്തിൽ അറിയപ്പെടുന്ന ഒരു കാലത്തിലേക്ക് 2013 ആയപ്പോൾ ബാങ്കിംഗ് മേഖലകൾ മാറിക്കഴിഞ്ഞു. ഇന്ന് എല്ലാ ബാങ്കുകളും കൊടുക്കുന്ന ATM കാർഡിനകത്ത് 2013 മുതൽ 4 മുദ്രകളായി നാനോയും സിലിക്കോണും മൈക്രോയും DNA-യുമായി കഴിഞ്ഞു ATM കാർഡ്. മൂന്നാമതായി ഏറ്റവും നിർണായകമായി മൃഗങ്ങളുടെ വാലിൽ ചിപ്പ് പിടിപ്പിച്ചു തുടങ്ങി. ഇടുക്കി വിളറപ്പിച്ച അരിക്കൊമ്പൻ ഇന്ന് നിൽക്കുന്നത് തിരുനെൽവേലി കോതയാറിൽ. ആ അരിക്കൊമ്പനെ കാണണമെങ്കിൽ ISRO സാറ്റലൈറ്റ് വഴി നോക്കുമ്പോൾ അരിക്കൊമ്പന്റെ ലൊക്കേഷൻ തരുന്നു. ആനയുടെ വാലിനകത്ത് മൈക്രോ ചിപ്പ് പിടിപ്പിച്ചു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ ഗൂളിക്കടവിൽ ഉത്സവത്തിന് ഒരു ആനയെ എഴുന്നള്ളിക്കൊണ്ട് വരുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്: ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ, മതപ്പാടുണ്ടോ? ആനയുടെ വാലിൽ ചിപ്പ് കൊടുത്തു. നാലാമതായി ഏറ്റവും നിർണായകം, ഇന്ത്യയുടെ സുപ്രസിദ്ധ ക്രിക്കറ്റ് കളിക്കാരൻ വിരാട് കോഹ്ലി
തൊഴിലാളി അദ്ദേഹത്തിന്റെ പാസ്പോർട്ടിനകത്ത് മൈക്രോ ചിപ്പ് വിളിച്ചു. വഴിയരികിൽ നിന്ന് ഓരോ നിമിഷവും ഓരോ കാര്യം അറിയാൻ വയ്യാതെ RFID എന്ന റേഡിയോ ഫ്രീക്വൻസി ഇൻഫർമേഷൻ ഡേറ്റ വഴി അദ്ദേഹത്തിന്റെ പാസ്പോർട്ടിനകത്ത് ചിപ്പ് വെച്ചു. 2024 ആഗോള വ്യാപകമായി 2020 മുതൽ മൈക്രോ ചിപ്പിന്റെ പ്രശ്നമായി. 2020 കേരളത്തിലെ വാഹനങ്ങളിലെല്ലാം ഏറ്റവും നിർണായകമായ ഒരു സംഭവം നടന്നു. അതിന്റെ പേരാ ഫാസ്ടാഗ് എന്ന് പറയുന്ന RFID ചിപ്പ്, റേഡിയോ ഫ്രീക്വൻസി ഇൻഫർമേഷൻ ഡേറ്റ എന്ന് പറഞ്ഞുകൊണ്ട് മൈക്രോ ചിപ്പ് രംഗപ്രവേശം ചെയ്തു. അതിലവസാനമായി ഈ കോവിഡ് കാലത്ത് എല്ലായിടത്തും QR കോഡ് വന്നു. ഗൂഗിൾ പേയും ഫോൺ പേയും എല്ലാം പതിയെ മാറിക്കൊണ്ട് ഇന്ന് QR കോഡ് സ്കാൻ ചെയ്താൽ പൈസ സെക്കൻഡുകൾ കൊണ്ട് അയക്കാവുന്ന സംവിധാനമായി ഇവിടെ QR കോഡ് വന്നു കഴിഞ്ഞു. സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങളൊരു എയർപോർട്ടിൽ യാത്ര ചെയ്യുമ്പോൾ അവിടെ കാത്തു നിൽക്കേണ്ട കാര്യമില്ല. QR കോഡ് ഒരു ഗ്ലാസിനകത്ത് പതിപ്പിച്ചാൽ എയർപോർട്ടിന്റെ വാതിലുകൾ തുറക്കുന്നെങ്കിൽ ഇന്ന് എലോൺ മസ്ക് പറയുന്നു, മനുഷ്യന്റെ കയ്യിൽ ഒരു മുദ്ര കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വ്യക്തമായി ലോകം ഒരു കമ്പ്യൂട്ടർ വഴി ഭരിക്കാൻ പറ്റും. അതിനാസ്പദമായി അവന്റെ ഏറ്റവും വലിയ സാറ്റലൈറ്റ് സ്റ്റാർലിങ്ക് ഇന്റർനാഷണൽ ഇന്ന് ലോകത്തെ പിടിക്കുവാൻ എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ഇന്റർനാഷണൽ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. അതിനാസ്പദമായി RNM എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ടെക്നോളജി ഇവിടെ വരുന്നു. അതിന്റെ പേരാ റിമോട്ട് ന്യൂറൽ മോണിറ്ററിംഗ്. നിങ്ങളുടെ കയ്യിൽ തുടങ്ങിയ ആധാർ, ATM-നകത്ത് വന്ന പിൻ നമ്പർ, ആണയുടെ വാലിൽ വന്ന മൈക്രോ ചിപ്പ്, അത് കഴിഞ്ഞിട്ട് QR കോഡ്, വണ്ടിയുടെ മേലുള്ള ഫാസ്ടാഗ്, ഇതെല്ലാം ഒരുമിച്ച് കൊണ്ട് മനുഷ്യന്റെ കയ്യിലേക്ക് ഒരു മൈക്രോ ചിപ്പായി പരിണമിക്കാൻ പോകുന്നു. വിശുദ്ധ വെളിപ്പാട് പുസ്തകം 13, 16, 17, 18. അന്നാളിൽ ചെറിയവൻ വലിയവൻ, സമ്പന്നൻ ദരിദ്രൻ ദാസൻ, ഏവർക്കും വലങ്കൈമേലോ നെറ്റികയിലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുവാനും വിൽക്കുവാനും കഴിയാതെ ഇരിക്കും. അതിനാസ്പദമായി ആധാറിന്റെ മറവിൽ മനുഷ്യന്റെ നെറ്റ് സ്കാൻ ചെയ്തെങ്കിൽ, ആധാറിന്റെ മറവിൽ നിങ്ങളുടെ കൈകളുടെ ഫിംഗർ പ്രിന്റ് എടുത്തെങ്കിൽ ഞങ്ങളുടെ ബൈബിളിനകത്തെ പ്രവചനങ്ങൾ ഇവിടെ നിവർത്തിയാകുന്നു. യോബ് എന്ന് പറയുന്ന ഒരു ഭക്തനായ മനുഷ്യൻ പറഞ്ഞു, താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെയും എവിടെയെന്നറിയുവാൻ സകല മനുഷ്യന്റെ കൈമുദ്രയിടുന്ന ഒരു കാലം. റേഷന് വേണ്ടി കൈമുദ്രയിടുന്നു, പോസ്റ്റ് ഓഫീസിൽ കൈമുദ്രയിടുന്നു, റേഷനപ്പുറം ബാങ്കിൽ കൈമുദ്രയിടുന്നു, ഇലക്ഷന് കൈമുദ്രയിടുന്നു. അതിന്റെ പേരാ വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്, ലോകം വിരൽത്തുമ്പിൽ. ഇന്നൊരു ടച്ച് മൊബൈലിനകത്ത് കൈവച്ച് കഴിഞ്ഞാൽ അതിവേഗത്തിൽ സഞ്ചരിക്കുന്നത് പോലെ ലോകം വിരൽത്തുമ്പിലായിരിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ 36,000 കോവിഡ് കേസ് വന്നപ്പോൾ നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു, 2 ഡോസ് വാക്സിൻ എടുത്തവർക്ക് കടകളിൽ കയറാൻ പറ്റൂ, 2 ഡോസ് വാക്സിൻ എടുത്തവർക്ക് ബാങ്കിൽ കയറാൻ പറ്റൂ. അന്ന് സഖാവ് പിണറായി വിജയന്റെ വലതുഭാഗത്ത് ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ശ്രീ ജോൺ ബ്രിട്ടാസ്, ഇന്നത്തെ MP. അദ്ദേഹം അത് മുടക്കിയിട്ട് പറഞ്ഞു, ആ സാർ പറഞ്ഞ് തെറ്റാ, ചൂട് നോക്കി ആർക്കും കയറാം. അങ്ങനെയെങ്കിൽ കോവിഡ് കാലത്ത് നിങ്ങളുടെ കൈക്കകത്തും നിങ്ങളുടെ തലയ്ക്കകത്തും ചൂട് നോക്കിയെങ്കിൽ ഇന്നത്തെ ബാങ്കിംഗ് മേഖലയിലെ ചിപ്പ് വരാൻ പോകുന്നത് നിങ്ങളുടെ കൈമേലും നെറ്റിമേലും. അതാ ഇന്നത്തെ എലോൺ മസ്ക് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വ്യവസായി മൈക്രോ ചിപ്പുമായിട്ട് രംഗത്ത് വരുന്നു. പാലക്കാടിനോട് ചേർന്ന് കിടക്കുന്ന മലപ്പുറത്ത് മൈക്രോ ചിപ്പ് ഉണ്ടാക്കാൻ പോകുന്നു. എന്തിനു വേണ്ടി? കൈമേലും നെറ്റിമേലും. ഏറ്റവും നിർണായകമായ ഒരു സംഭവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ആരും ഇതിന്റെ കാര്യം അറിയുന്നില്ല. നമ്മുടെ കൈകളിലെ പൈസകൾ പോകാൻ പോകുന്നു. ഇവിടെ ബസ് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ബസ്സിനകത്തിന് ടിക്കറ്റ് വേണ്ട. ഒരു മെഷീൻ വെച്ചാൽ കയ്യിലെ മൈക്രോ ചിപ്പ് കാണിച്ചാൽ ബസ്സിനകത്ത് കയറി യാത്ര ചെയ്യുന്ന സംവിധാനം വരുന്നു. ഇവിടെ ചായ കുടിച്ചാൽ QR കോഡ് വേണ്ട. അവിടെ ഒരു മെഷീനകത്ത് കൈ കാണിക്കുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ പോകുന്നു. ഇവിടെ ബാങ്കിംഗ് മേഖലയിൽ സഹകരിക്കുന്നവർക്ക് മുഴുവൻ അറിയാം, ഇന്നത്തെ QR കോഡും ഗൂഗിൾ പേയും ഫോൺ പേയും പേടിഎമ്മും വേണ്ട. മനുഷ്യന്റെ കൈ കാണിക്കുമ്പോൾ മനുഷ്യന്റെ അക്കൗണ്ടിനകത്ത് നിന്ന് പൈസ പോകുന്ന നൂതന സംവിധാനമായി എലോൺ മസ്കിന്റെ മൈക്രോ ചിപ്പ് ഇവിടെ വരാൻ പോകുന്നു. അതിന്റെ പേരാ നാനോയോ സിലിക്കോണും മൈക്രോ ചിപ്പ്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ശാസ്ത്രലോകം ഒരു പിടി മുൻപോട്ട് പോകുന്നു. ആസ്പദമായി ഈ ഒരു മൈക്രോ ചിപ്പ് വച്ചാൽ ഇന്ന് എലോൺ മസ്ക് ഒരു ചെറുപ്പക്കാരന്റെ തലയിൽ മൈക്രോ ചിപ്പ് വെച്ചു. അദ്ദേഹത്തിന് പക്ഷാഘാതമായിരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ പക്ഷാഘാതമുള്ള ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു? മൈക്രോ ചിപ്പ് വെച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരം റിയാക്ട് ചെയ്തു. ഈ മരുന്ന് കൊടുത്താൽ ഇദ്ദേഹത്തിന് നല്ലതുപോലെ എഴുന്നേൽക്കാൻ കഴിയും. ഇവിടെ ഹാർട്ട് അറ്റാക്ക് വന്ന് പാരാലൈസേഷൻ വന്ന രോഗികളുടെ മേൽ മൈക്രോ ചിപ്പ് വെച്ചാൽ അവരുടെ മനസ്സ് റീഡ് ചെയ്യും, മൈൻഡ് റീഡ് ചെയ്യും. എന്താ? നല്ലതുപോലെ മരുന്ന് കൊടുത്താൽ എഴുന്നേൽക്കാം. രണ്ടാമതായി ഏറ്റവും നിർണായകമായ ഒരു സംഭവം ഇവിടെ നടക്കുന്നു. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ക്യാൻസർ കാണാം. ഒരുപക്ഷെ ഏറെ നാൾ കഴിഞ്ഞാൽ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഹാർട്ട് അറ്റാക്കും ക്യാൻസറും അറിയണമെങ്കിൽ മൈക്രോ ചിപ്പ് കയ്യിൽ വെച്ചാൽ കമ്പ്യൂട്ടർ വഴി സ്കാൻ ചെയ്താൽ മനുഷ്യന്റെ ശരീരത്തിനകത്ത് ക്യാൻസർ ഉണ്ടോ അല്ലെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് ഈ മൈക്രോ ചിപ്പ് രേഖപ്പെടുത്തുമെങ്കിൽ മെഡിക്കൽ ഡോക്ടർമാർ ഇത് ഏറ്റെടുക്കാൻ പോകുന്നു. ഇയർലി ഡിറ്റക്ട് മനുഷ്യന്റെ ആയുസ് കൂട്ടുവാൻ. അതിനാസ്പദമായി ഈ ചിപ്പ് വച്ചാൽ 30 വർഷം കൂടെ ആയുസ് കിട്ടുമെന്ന് മെഡിക്കൽ
സയൻസ് പറയുന്നു. മൂന്നാമത്തെ കാര്യമായി ഈ മൈക്രോചിപ്പിന്റെ പ്രത്യേകത, ഇവിടെ വൻകിട കമ്പനികൾ കൊണ്ട് പാലക്കാട് കഞ്ചിക്കോട് ഫാക്ടറിയിൽ വൻകിട കമ്പനികൾ, അവിടെ ഒരു പർച്ചേസർ ഉണ്ട്. അദ്ദേഹം മുതലാളിയെ കബളിപ്പിച്ച് പൈസ അടിച്ചു മാറ്റും, കൊട്ടേഷൻ ചിലപ്പോൾ മാറ്റിക്കളയും. അത് മാറ്റണമെങ്കിൽ കയ്യിൽ ഒരു മൈക്രോചിപ്പ് കൊടുത്ത് മുതലാളി ഒരു ലാപ്ടോപ്പും വെച്ച് ഡീകോഡ് ചെയ്താൽ ഇവൻ ആരോട് സംസാരിക്കുന്നുവെന്ന് വളരെ കൃത്യമായി മൈക്രോചിപ്പ് പറയും. സുഹൃത്തുക്കളെ, ഇവിടെ UST ഗ്ലോബലും ടാറ്റ കൺസൾട്ടൻസിയും റിലയൻസും മോർമോറും ആദിത്യയും പെൻഡലൂണും വാൾമാർട്ടും ഇവിടുത്തെ വൻകിട ഭീമന്മാർ മുഴുവനും ഇവിടത്തേക്ക് മൈക്രോചിപ്പ് കൊണ്ടുവരാൻ പോകുന്നു. എലോൺ മസ്ക് അതിനു വേണ്ടി പിന്തുണ കൊടുക്കുന്നു. നാലാമത്തെ കാര്യം, നിങ്ങളൊരു കൊലപാതകം ചെയ്ത് വാളയാറിലോ മേട്ടുപാളയത്തോ എവിടെങ്കിലും പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ മൈക്രോചിപ്പ് ഉണ്ടെങ്കിൽ മൊബൈൽ റൂട്ട് കാണിക്കുന്നത് പോലെ GPS സംവിധാനമായി ഈ മൈക്രോചിപ്പ് മനുഷ്യനെ വാച്ച് ചെയ്യാൻ പോകുന്നു സാറ്റലൈറ്റ് വഴി. ഇന്നത്തെ മൊബൈലും വേണ്ട, പേജറും വേണ്ട, ലാൻഡ് ഫോണും വേണ്ട, മനുഷ്യന്റെ കയ്യിൽ ഒരു മൈക്രോചിപ്പ് ഉണ്ടെങ്കിൽ സാറ്റലൈറ്റ് വഴി മനുഷ്യന്റെ ലൊക്കേഷൻ തരുന്നു. ഇന്ന് വാഹനത്തിൽ ഒട്ടിച്ചിരിക്കുന്ന GPS ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റം മാറി മനുഷ്യന്റെ കയ്യിലെ മൈക്രോചിപ്പ് വഴി മനുഷ്യനെ റൂട്ട് ചെയ്യാൻ പറ്റൂ. അഞ്ചാമത്തെ സംഭവമായി ഇന്നത്തെ ശാസ്ത്രലോകം പറയുന്നു, നൂതന സാങ്കേതിക വിദ്യയുടെ പരിണത ഫലമായി ഏറ്റവും നിർണായകമായ സംഭവം ഈ മൈക്രോചിപ്പ് വെച്ചാൽ ഇന്ന് ഗൂഗിളിനോട് പറയുമ്പോഴാണ് പലരെയും ഡയൽ ചെയ്യുന്നത്. പക്ഷേ ഈ മൈക്രോചിപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഒരാളെ വിളിക്കണമെങ്കിൽ മനസ്സിൽ ആലോചിക്കുമ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഡയൽ ചെയ്തു തരുന്നു. അങ്ങനെയെങ്കിൽ ഇന്നത്തെ സാങ്കേതിക വിദ്യ മുന്നേറുന്നു, മൈക്രോചിപ്പിന് വേണ്ടി കാത്തിരിക്കുന്നു. ആറാമത്തെ സംഭവമായി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ നടക്കുന്ന ഏറ്റവും നിർണായകമായ ഒരു സംഭവമുണ്ട്. എന്താ അതിന്റെ സംഭവം എന്നറിയാമോ? ഇന്നത്തെ മനുഷ്യൻ ഒരു കൊലപാതകത്തിന് വേണ്ടി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ബാങ്ക് കൊള്ളയ്ക്ക് വേണ്ടി ഒരുവൻ കടന്നു വന്നാൽ അവൻ എന്തിനാ വന്നേന്ന് ആരോട് ചോദിക്കണ്ട. ക്യാമറ അവിടെ വെച്ചിട്ട് മൈക്രോചിപ്പിനകത്ത് വെച്ച് ഈ മൈക്രോചിപ്പ് ക്യാമറ വഴി അവന്റെ തല ഊറ്റിയെടുക്കാം. അതിനെന്നത്തെ മെഡിക്കൽ സയൻസ് പറയുന്നു റിമോട്ട് ന്യൂറൽ മോണിറ്ററിംഗ്, അല്ലെങ്കിൽ ലോകം പറയുന്ന ഫ്യൂച്ചർ ഫന്റാസിയ. ഏറ്റവും വലിയ സംഭവമായി മനുഷ്യന്റെ തലച്ചോറ് ഊറ്റിയെടുത്താൽ ഇവിടെ ബാങ്ക് കൊള്ള ചെയ്യുവാൻ വന്ന ഒരു ചെറുപ്പക്കാരന് ഇവിടുത്തെ CID ആരും അറിയാതെ ക്യൂവിൽ നിന്ന് കൊണ്ടുപോകാൻ പോകുന്നു. പോലീസ് അധികാരികൾ പറയുന്നു ഈ ചിപ്പ് ആവശ്യമാണ്. ഏഴാമത്തെ കാര്യമായി അട്ടപ്പാടി ആനക്കട്ടി റോഡിനകത്ത് ഒരു കാർ ഓടിച്ചു പോകുമ്പോൾ ഈ ക്യാമറ ഗോളിക്കടവിൽ വെച്ച് അതിനകത്ത് ഒരു മൈക്രോചിപ്പ് വെച്ചാൽ ഓടിക്കുന്ന ഡ്രൈവറുടെ ഹൃദയത്തിന്റെ ECG ഈ മൈക്രോചിപ്പ് ഓടിയെടുക്കുന്ന ഒരു കാലം ഇവിടെ വരാറായി. അങ്ങനെയെങ്കിൽ ഈ ക്യാമറ ഉണ്ടെങ്കിൽ ഓടിക്കുന്ന ഡ്രൈവർക്ക് ഒരിക്കലും ഹാർട്ട് അറ്റാക്ക് വരത്തില്ല. അദ്ദേഹം ഓടിച്ചു പോകുമ്പോൾ റെസ്ക്യൂട്ടും വരും. ഈ ഡ്രൈവറെ ഒതുക്കിയിട്ട് പറയും താങ്കൾ വണ്ടി ഓടിക്കരുത്, താങ്കളുടെ ഹൃദയത്തിന് ചലനത്തിന് മാറ്റമുണ്ട്. മെഡിക്കൽ സയൻസ് ഏറ്റവും വ്യക്തമായി നടക്കുന്നു. ഒന്നുകൂടെ നിങ്ങൾ കേൾക്കണം. തിരുവനന്തപുരത്ത് മത്സരിച്ച രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ലണ്ടനിൽ ഒരു കോൺഫറൻസ് നടന്നു. ചാറ്റ് GPT നടന്നപ്പോൾ എലോൺ മസ്കുമായി സംസാരിച്ചു. എലോൺ മസ്ക് രാജീവ് ചന്ദ്രശേഖരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. രാജീവ് ചന്ദ്രശേഖരോട് വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞു. ഇന്ത്യ 150 കോടി ജനങ്ങളിലേക്ക് പോകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറിനോട് പറയണം, ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു മൈക്രോചിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇവരെ ഒരു കമ്പ്യൂട്ടറിനകത്ത് കൊണ്ടുവന്നാൽ ഇന്ത്യയിൽ കലാപമോ കൊള്ളിവെപ്പോ കൊലപാതകമോ നടക്കാതെ ഒരു സുന്ദരമായ ഇന്ത്യയെ തരുവാൻ നാനോയും സിലിക്കോണും മൈക്രോയും DNA-യുമായി മൈക്രോചിപ്പ് ഞങ്ങൾക്ക് തരാമെങ്കിൽ ഞങ്ങളുടെ ബൈബിളിനകത്ത് ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിന്റെ ഏകാന്തതയിൽ ഒരു മനുഷ്യൻ കടന്നപ്പോൾ സ്വർഗം പറഞ്ഞൊരു കാര്യമുണ്ട്, കൈമേലും നെറ്റിമേലും മുദ്ര. ഇവിടുത്തെ ബാങ്കിംഗ് മേഖലയിൽ നിങ്ങൾക്കറിയാം. ഇന്നിവിടെ ഒരു സഹോദരി ഗൂളിക്കടവിൽ പൈസ എടുക്കാൻ വരുമ്പോൾ ഹിന്ദിക്കാരൻ സുഹൃത്ത് വന്ന് പാടും. സഹോദരി പൈസ എടുക്കുമ്പോൾ, സഹോദരി കുഞ്ഞമ്മ സിസ്റ്റർ പൈസ എടുക്കാൻ വരുമ്പോൾ ATM-ൽ കാശ് എടുക്കുമ്പോൾ ഹിന്ദിക്കാരൻ പാടും, തുച്ചെ ദേക്കാത്തോഹെ ജാനാസനം. സഹോദരിയെ കാണാനല്ല, അവന് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ പൈസ അടിച്ചു കൊണ്ടുപോകും. അങ്ങനെയെങ്കിൽ ഇന്നത്തെ SBI-യും ഇവിടുത്തെ കാനറ ബാങ്കും കേരള ഗ്രാമീൺ ബാങ്കും ഫെഡറൽ ബാങ്കും പറയുന്നു, നിങ്ങൾക്കറിയാം ATM-നകത്ത് നൈജീരിയക്കാർ കേരളത്തിൽ വന്നിട്ട് സ്കിമ്മർ വെച്ചിട്ട് കള്ളക്കാർഡ് ഉണ്ടാക്കിയിട്ട് കോടിക്കണക്കിന് രൂപ തട്ടി. ഇന്നത്തെ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ADGP മനോജ് എബ്രഹാം അദ്ദേഹം നൈജീരിയയിൽ പോയിട്ട് ഈ കള്ളന്മാരെ പിടിച്ചുകൊണ്ടുവന്നത് നിങ്ങൾ തൃശ്ശൂരിൽ കണ്ടില്ലേ? ഹരിയാനയിൽ നിന്ന് വണ്ടി ചോർ കണക്കിന് വന്നിട്ട് ഇവിടുത്തെ ATM മെഷീനുകൾ കവരുന്നു. ഇവിടുത്തെ ബാങ്കിംഗ് മേഖലയിൽ പണം വെച്ചിരിക്കുന്ന ബോക്സുകൾ കൊള്ളയടിക്കുന്നെങ്കിൽ ഇന്നത്തെ ബാങ്കിംഗ് മേഖല മുഴുവനായി പറയുന്നു ഇനി കറൻസി രഹിത ലോകം, ഇനി മൈക്രോചിപ്പ് വെച്ച് കമ്പ്യൂട്ടർ വഴി ബിസിനസ് ചെയ്യുവാൻ ഏറ്റവും നിർണായകമായ ഒരു മുദ്ര വരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങള്, അതിന്റെ നടുവിൽ ആ മുദ്ര ഇവിടെ വരുന്നതിന് മുമ്പ് ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. 2 മുദ്ര ഒരു മനുഷ്യന്റെ ശരീരത്ത് വെക്കുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഞങ്ങളുടെ അകത്തൊരു മുദ്രയുണ്ട്. ആ മുദ്ര വേണ്ട ഹോളി സ്പിരിറ്റിന്റെ പവർ, അതുള്ളവരെ ചേർക്കുവാൻ കാന്തൻ മടങ്ങി വരും. ഇന്നത്തെ പ്രപഞ്ചത്തിന്റെ ലക്ഷണങ്ങൾ നിങ്ങൾക്കറിയാം. ഏതാ പ്രപഞ്ചത്തിന്റെ ലക്ഷണങ്ങൾ? ഏറ്റവും നിർണായകമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ കോവിഡിന് ശേഷം മലകൾ ഇളകുന്നു. ഇടുക്കിയിലെ പെട്ടിമുടി പടപട തകർന്നു. ഇതിനോടൊപ്പം കവളപ്പാറയും പുത്തുമലയും നിങ്ങൾ കണ്ടു, മല ഇളകിപ്പോയി. അതിനോടൊപ്പം തന്നെ നിങ്ങൾ മലകൾ ഇളകുന്നത് കണ്ടു. അതിനാസ്പദമായി
ഭാഗമായി വയനാട് മേപ്പാടിയിൽ ഒരു നല്ല മലയാണ് മേപ്പാടി. അതിനകത്ത് 4 മലകൾ അതിനോട് ചേർന്നു. മുണ്ടക്കൈയും ചൂരമലയും, അതിനകത്ത് വെള്ളാർമലയും, അതിനകത്ത് പുത്തുമലയും. അവിടെ കണ്ടതെന്താ? രാത്രി 11:30 ആഹാരം കഴിച്ച് വാട്സപ്പും ഒക്കെ കണ്ട് സീരിയലും കണ്ട് മയങ്ങുമ്പോൾ ഒരു ചെറിയ ഭൂകമ്പമുണ്ടായി. എന്താ ഭൂകമ്പത്തിന്റെ പ്രത്യേകത? 6.5 സ്കെയിൽ ഭൂമി ചലിച്ചു. വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നു, ഭൂമി പടുപട പൊട്ട് കിടുകിട കീറും, മത്തനെ പോലെ ചാഞ്ചാട്, കാവൽമാട പോലെ ആട്, അത് വിറയ്ക്കും വീഴും, എഴുന്നേൽക്കയില്ല. ഈ ഭൂമിയൊക്കെ തീരാറായി. ആനപ്പുറത്തിരിക്കുന്ന പാപ്പാനെ മതമിളകി ആന വലിച്ചെറിയുന്നത് പോലെ 4 മലകളെ ഒരുമിച്ച് വലിച്ചെറിഞ്ഞ കാഴ്ച നിങ്ങൾ കണ്ടില്ലേ? മേപ്പാടി പഞ്ചായത്തിൽ എന്ന് ചെന്നാൽ 400 പേരുടെ ഫോട്ടോ ഇരിപ്പുണ്ട്. മരിച്ചത് 78 പേരെ ഇതുവരെ കാണാനില്ല. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഖാക്കളെ, ഞങ്ങളെ കേൾക്കുന്ന കച്ചവട സ്ഥാപനത്തിലുള്ള പ്രിയപ്പെട്ടവരെ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന മക്കളെ, 2 ദിവസം കഴിഞ്ഞപ്പോൾ നിലമ്പൂരിൽ കൂടി പോത്തുകല്ലിൽ ഒരു പുടിയൊടുക്കുന്നു. ചാലിയാർ പുഴ. ചാലിയാർ പുഴയിൽ കണ്ടത് മനുഷ്യന്റെ കൈ വേറെ, കാല് വേറെ, അവയവങ്ങൾ വേറെ. ഇത്രയും ഭീകരമായ ഒരു ദുരന്തമല്ലേ വയനാട് കണ്ടത്? ഇന്ന് നിങ്ങളോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, രാത്രിയിൽ കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേൽക്കുന്നത് ഭഗവാന്റെ കരുണയ. അതുകൊണ്ടാ ഇങ്ങനെ പാടും, നമോവാകം നമോവാകം, നമോസ്തുതേ നമോസ്തുതേ, ഈശ്വര ധ്യാന. ഭഗവാന്റെ കരുണ കൊണ്ടായിരിക്കും, ഈശ്വരന്റെ കരുണ കൊണ്ടായിരിക്കും രാത്രിയിൽ ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേൽക്കുന്നത്. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് ലോകം വന്നു. നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും, ഏത് മനുഷ്യനെയായാലും വലിച്ചെറിയുവാൻ സെക്കൻഡുകൾ മതി. അങ്ങനെ കരുതുള്ളുന്ന പ്രകൃതി, സുനാമി തിരകൾ ലോകത്തെ പട്ടണങ്ങളെ പിടിക്കുവാൻ നിൽക്കുന്നു. സുഹൃത്തെ, ഈ ലോകം എങ്ങോട്ട് പോകുന്നു? നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആഗോള വ്യാപകമായി ഇന്ന് രാജ്യങ്ങളോട് യുദ്ധം ചെയ്യുന്നു. ക്ഷാമമാണെങ്കിൽ പകർന്നുകൊണ്ടിരിക്കുന്നു. എന്താ ക്ഷാമത്തിന്റെ പ്രത്യേകത? ഒരു കാലത്ത് സഹോദരിമാർ ഉള്ളി തൊളിക്കുമ്പോഴാ കരയുന്നത്. ഇന്നിവിടെ ഗൂളിക്കടവിൽ പോലും ഉള്ളിക്ക് 300 രൂപ, വെളുത്തുള്ളിക്ക് സാധാരണ ഉള്ളിക്ക് 80 രൂപ കഴിഞ്ഞു. ഒരു ഭരണകൂടത്തിലും ഇവിടുത്തെ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ പോലും വലിയ വില. അതുകൊണ്ട് വലിയ ക്ഷാമം ഇവിടെ ഉണ്ടാകും. ചെന്നൈയിൽ ചെങ്കൽപ്പേട്ട് പോലും ഭൂകമ്പത്തിൽ കുലുങ്ങിയിരിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതോടൊപ്പം ദീർഘനാളുകളായി മണിപ്പൂർ കത്തിക്കൊണ്ടിരിക്കുന്നു. ചുരാചന്തൂരും ബിഷൻപൂരും ഇമ്പാൽ താഴ്വരയും കുക്കിയും മെയ്തയും നാഗയും ഇന്നും അടികൂടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രധാനമന്ത്രി മോഡിജി വിചാരിച്ചിട്ടും ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിചാരിച്ചിട്ടും ഈ ജാതികളുടെ കലകം അവസാനിക്കുന്നില്ല. ഈ ലോകം എങ്ങോട്ടെന്ന് ആർക്കും പ്രതിപാദിക്കാൻ വയ്യ. അങ്ങനെയെങ്കിലും ഒരു ഭരണാധികാരി ഇവിടെ ഭരിക്കുവാൻ വരുന്നു. ഇന്നത്തെ ഇസ്രയേൽ പാലസ്തീൻ പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, എണ്ണവിലയുടെ പ്രശ്നം, മണിപ്പൂർ പ്രശ്നം, ഇങ്ങനെയുള്ള സകല പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ ഒരുവന്റെ കയ്യിൽ ഭരണം കൊടുക്കുവാൻ ഇന്നത്തെ ലോകരാജ്യങ്ങൾ സമ്മിറ്റായി മുൻപോട്ട് വരുന്നു. എന്നാൽ ഇന്ന് വൈകിയവേളയിൽ ഞങ്ങൾ ഗൂളിക്കടവിൽ പറയുന്നു, അവൻ ഭരണമേൽക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരും. ഇന്നത്തെ കേരളത്തെ പറ്റി നിങ്ങൾക്കറിയാം. 83,000 പേരാ കേരളത്തിൽ കോവിഡിനകത്ത് മരിച്ചത്. കാസർഗോഡ് തലപ്പാടി മുതൽ കളിക്കാവിള 83,000 വരെ പേർ മരിച്ചു. പക്ഷെ അത് കണ്ടിട്ട് പോലും മലയാളി മാനസാന്തരപ്പെട്ടില്ല. ഇന്നത്തെ ഓരോ ദിവസം പത്രവാർത്ത എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. എന്താ മനസ്സിലാകുന്ന കാര്യം? കൊലപാതകങ്ങൾ പെരുകുന്നു. ചേട്ടൻ അനിയനെ കൊല്ലുന്നു, അനിയൻ ചേട്ടനെ കൊല്ലുന്നു, അപ്പൻ മകനെ കൊല്ലുന്നു, മകൻ അപ്പനെ കൊല്ലുന്നു. സ്വത്തിന് വേണ്ടി മക്കൾ വെട്ടിമരിക്കുന്ന ഒരു കാലം ഈ കൊച്ചു കേരളത്തിൽ വരുന്നു. പോലീസ് അധികാരികൾക്കോ ഭരണകൂടങ്ങൾക്കോ കോടതികൾക്കോ ഒന്നും ചെയ്യാൻ വയ്യ. അതിലും വ്യക്തമായി കേരളത്തിലെ കിരാത കൊലപാതകങ്ങൾ, സ്വന്തം കുഞ്ഞുങ്ങളെ ബക്കറ്റിനകത്ത് മുക്കിക്കൊല്ലുന്ന അമ്മമാർ ഈ കേരളത്തിനകത്ത് പെരുകിക്കൊണ്ടിരിക്കുന്നു. കൊച്ചി പട്ടണത്തിനകത്ത് കാമുകന് വേണ്ടി സ്വന്തം കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ചു കൊന്ന് ആമസോണിന്റെ ബക്കറ്റിനകത്ത് പച്ചയ്ക്ക് റോഡിനകത്ത് എറിഞ്ഞ കാഴ്ച കണ്ടു. അത് മാത്രമല്ല, കൊച്ചി പട്ടണത്തിനകത്ത് 2ാം വിവാഹത്തിന് വേണ്ടി ആദ്യ കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ട് വലിച്ചെറിഞ്ഞ മാതാപിതാക്കളെ കാണുന്നു. എത്ര ഹീനമായ കൊലപാതകം ഇവിടെ നടക്കുന്നു. കൊട്ടാരക്കലിൽ ഞങ്ങളോടൊപ്പമുള്ള വന്ദനാദാസ് എന്ന് പറയുന്ന പാവപ്പെട്ട ഡോക്ടർ രാത്രിയുടെ മറവിൽ നരാധമനായി ഒരു ചെറുപ്പക്കാരൻ സർജിക്കൽ കത്തി കൊണ്ട് കുത്തിമലർത്തിയ കേരളമേ ലജ്ജിച്ച് തലതാഴ്ത്തുക. സ്വാതന്ത്ര്യത്തിന്റെ പുലരികൾ, സാഹോദര്യത്തിന്റെ പുലരികളും ഇവിടെ വിളിച്ചോതുമ്പോൾ ഇലന്തൂർ എന്ന് പറയുന്ന പത്തനംതിട്ടയിലെ പട്ടണത്തിനകത്ത് നരബലിക്ക് വേണ്ടി മനുഷ്യനെ കൊന്നാൽ എന്തോ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് പച്ച മനുഷ്യനെ വെട്ടിമറിഞ്ഞ് ബലിക്കിരയാക്കുന്ന കേരളം ലജ്ജിച്ച് തല താഴ്ത്തേണ്ട സമയം അതിക്രമിച്ചു. അതിൽ നിന്നൊക്കെ ആര് നിങ്ങളെ പിടിപ്പിക്കും? ഈ കൊലപാതകങ്ങൾ ഒരു കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾ കടുംപെട്ടും കൊലപാതകവും വെട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അവരൊന്ന് ശ്രമിച്ചപ്പോൾ ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയും ചെറുപ്പക്കാരിയും നൈരാശ്യം നിമിത്തം മനുഷ്യനെ കൊല്ലുന്ന ഒരു കാലം. പ്രേമനൈരാശ്യം വരുന്ന ചെറുപ്പക്കാരിയെ വടിവെക്കൽ വെച്ച് കുത്തുന്നു. സ്വന്തം ഭാര്യ എന്തോ വഴിതെറ്റിപ്പോയെന്നറിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലത്ത് വണ്ടിക്കകത്ത് പെട്രോൾ ഒഴിച്ച് കൊല്ലുന്ന ചേട്ടനെ വരെ നിങ്ങൾ കണ്ടു. വല്ലാത്തൊരു കലികാലമായില്ലേ? പഴയ മനുഷ്യൻ പറയുന്ന പോലെ കലികാലം ശംഭോ ശിവശംഭോ. ഈ ലോകത്തിന് എന്തോ ഭവിക്കാൻ പോകുന്നുവെന്ന് പലരും പറയുന്നത് പോലെ ഇന്നത്തെ
ലോകം മാറി. രണ്ടാമത്തത് കൂളിക്കടവിൽ ഞങ്ങൾക്ക് പരസ്യമായിട്ട് പറയാം, കേരളത്തെ മുച്ചൂടും മുടിച്ചുകൊണ്ടിരുന്ന മദ്യപാനം. എവിടെയും മദ്യപാനമില്ലാത്ത സ്ഥലമുണ്ടോ കുഞ്ഞുങ്ങള്? ഇന്ന് മദ്യം കേരളത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമായിരിക്കുന്നു. ഒരു കാലത്ത് പഞ്ചാബിലെ സർദാക്കന്മാരാ കള്ളുകുടിയിൽ മുൻപന്തി. ഗിന്നസ് ബുക്കിൽ പേര് തേടി മലയാളി. ഇന്ന് ഓണം വന്നാലും കണ്ടി പറന്നാലും ചിങ്ങം പറന്നാലും വീട് കിട്ടിയാലും കാറ് കിട്ടിയാലും കുഞ്ഞുങ്ങൾ ജനിച്ചാലും പിള്ള ജനിച്ചാലും നൂലുകെട്ട് നടത്തിയാലും വണ്ടി കിട്ടിയാലും കള്ളു കുടിക്കുന്ന ഭവനങ്ങളായി കേരളം മാറി. ഈ ഭൂമി ഇനി അധികം നാളില്ല. മദ്യപാനത്തിന്റെ പ്രത്യേകത, പല സുഹൃത്തുക്കള് സഖാക്കളും തൊഴിലാളി സുഹൃത്തുക്കളും ഇവിടെയുണ്ട്. സുഹൃത്തുക്കള് 30, 60, 90 മദ്യം കുടിക്കുമ്പോൾ നിങ്ങളൊരു ക്യാൻസറിനെ വരവേൽക്കുന്നത്. വാളയാർ ഡിസ്റ്റിലറി ആകട്ടെ, അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വരുന്ന നിങ്ങൾ പടപട മോന്തുന്ന 3X, അത് കഴിഞ്ഞിട്ട് ബെക്കാട്, അത് കഴിഞ്ഞ് ജവാനും, ഏതിനകത്തും കലക്കിയിരിക്കുന്ന 2 കെമിക്കലാ. ഒന്ന് ഈതയിൽ ആൽക്കഹോളും മീതയിൽ ആൽക്കഹോളും. ഇതിന്റെ അളവ് കൂടുമ്പോൾ താമസം വിനാ നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടും. കൊല്ലം ജില്ലയിൽ കല്ലുവാതക്കൽ മദ്യദുരന്തം നടന്നു, കുറച്ചുപേർ മരിച്ചു സുഹൃത്തുക്കള്. എന്നാൽ ആ മരണം കഴിഞ്ഞ ശേഷം ഇന്ന് അനവധി പേരുടെ കണ്ണിന് കാഴ്ചയില്ല. പെരുന്നാളുകളിലും തിരുനാളുകളിലും ക്രൈസ്തവനാകട്ടെ ഹിന്ദുവാകട്ടെ മുസ്ലിം സഹോദരങ്ങളാകട്ടെ ഈ മദ്യപാനത്തെ മാറ്റി നിർത്തുന്നത് ഏറ്റവും അനുയോജ്യമായിരിക്കും. രണ്ടാമത് മദ്യത്തിന്റെ വിപത്ത് പലർക്കും അറിയത്തില്ല. ഈ മദ്യം കുടിക്കുമ്പോൾ മീഥൈൽ ആൽക്കഹോളിന്റെ അളവ് ശരീരത്തിനകത്ത് കയറിയാൽ നിങ്ങളുടെ കരളിനകത്ത് സുഷിരം വീണാൽ, കുളിക്കുന്ന തോർത്തിനകത്ത് സുഷിരം വീണതുപോലെ വീണ് കഴിഞ്ഞാൽ ഒരു സംഭവം നടക്കും. അതിന്റെ പ്രത്യേകത എന്താ? ലിവർ ക്യാൻസർ വരും. ഒരു ക്യാൻസറിന്റെ പ്രത്യേകത എന്താ? തിരുവനന്തപുരത്ത് നിങ്ങൾ പാലക്കാട് കോട്ടത്തറ ട്രൈബൽ ആശുപത്രിയിലോ മറ്റ് ആശുപത്രികളിലോ പോയി കഴിഞ്ഞാൽ അവർ സ്കാൻ കഴിഞ്ഞിട്ട് RCCയിലേക്ക് കൊണ്ടുവരും. 35 ലക്ഷം രൂപ ഒരു ക്യാൻസറിന് വേണ്ടി ചെലവാക്കേണ്ടി വരും. സുഹൃത്തെ, സഹോദര, സഖാക്കളെ, തൊഴിലാളികളെ, ഞങ്ങളെ കേൾക്കുന്ന പിതാക്കളെ, മാതാക്കളെ, ഈ മദ്യം നിങ്ങളുടെ കുടുംബജീവിതത്തിൽ അകറ്റണം. മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ആദർശധീരനായ ബാപ്പുജി ഇന്ത്യയോട് പറഞ്ഞ കാര്യമുണ്ട്, ഒരിക്കലെങ്കിലും ഞാൻ ഇന്ത്യയുടെ ഭരണകൂടത്തിൽ വന്നാൽ ആദ്യം മദ്യം നിരോധിക്കും. നമുക്ക് പ്രിയങ്കരനായ നവോത്ഥാനത്തിന്റെ നായകൻ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞൊരു കാര്യമുണ്ട് കേരളത്തോട്: മദ്യം ഉണ്ടാക്കരുത്, മദ്യം വിൽക്കരുത്, മദ്യം കുടിക്കരുത്. നാരായണ ഗുരുദേവൻ ശക്തമായി കേരളത്തോട് പറഞ്ഞു. അത് കഴിഞ്ഞ് വില്യം ഷേക്സ്പിയർ, സോക്രട്ടീസുമെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്: മദ്യം മനുഷ്യനെ മയക്കുന്ന കറുപ്പായി മാറും. സുഹൃത്തുക്കളെ, അല്പനേരത്തെ ആശ്വാസത്തിന് വേണ്ടി 30, 60, 90 പെഗടിക്കുമ്പോൾ നിങ്ങൾ വിളിച്ചു വരുത്തുന്നത് മാരകമായ ഒരു മദ്യപാനത്തിലാണ്. മദ്യപാനത്തിൽ ആസക്തി നേടുക. ഇന്ന് പകൽ ഞങ്ങളുടെ സന്ദേശം കേൾക്കണമെന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ പറയുന്നു. മൂന്നാമത്, ഇവിടെ ഏറ്റവും നിർണായകമായി മയക്കുമരുന്ന്. കേരളത്തിൽ ഒരു കാലത്ത് കഞ്ചാവായിരുന്നു, ഒരു കാലത്ത് കറുപ്പായിരുന്നു. സുഹൃത്തുക്കളെ, കഞ്ചാവും കറുപ്പുമെല്ലാം മാറി. ഇന്ന് പത്രം തുറന്നാൽ MDMA, MDMA, MDMA മയക്കുമരുന്നിന്റെ പേര് മാത്രം പത്രത്തിനകത്ത്. ഏറ്റവും നിർണായകമായി ചെറുപ്പക്കാരികളും വീട്ടമ്മമാരുമെല്ലാം ഇന്ന് മയക്കുമരുന്നിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. എന്താ മയക്കുമരുന്നിന്റെ പ്രത്യേകത? കൂളിക്കടവിൽ ഞങ്ങളെ കേൾക്കുന്ന സുഹൃത്തുക്കള്, ഒരു മനുഷ്യന്റെ തലച്ചോറിനെ സംബന്ധിച്ച് 3 ഘടകങ്ങളുണ്ട്. സെറിബ്രമുണ്ട്, സെറിബെല്ലമുണ്ട്, മെഡില്ല ഓബ്ലാങ്കേറ്റ ഉണ്ട്. അതിനകത്ത് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും സംസാരശക്തിയും ഉണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കള്, ഇത് ഈ മയക്കുമരുന്ന് നിങ്ങളുടെ തലച്ചോറിനകത്ത് കടക്കുമ്പോൾ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ മന്ദീഭവിക്കുന്നു. മേക്ക് ഇൻ ഇന്ത്യ, സുന്ദരമായ ഇന്ത്യ, പ്രധാനമന്ത്രി മോഡി സാർ ഭാവി ഇന്ത്യയെ വാഗ്ദാനം ചെയ്യുമ്പോൾ, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ യുവാക്കളെ അഭിസംബോധന ചെയ്യുമ്പോൾ, യുവാക്കളും യുവതികളും ഇന്ത്യയുടെ ഭാവി തലമുറ എന്ന് പറയുമ്പോൾ, ഇന്ന് ജനത്തെ വഴിതെറ്റിച്ചുകൊണ്ട് പിശാചിന്റെ കരമായ മയക്കുമരുന്ന് മനുഷ്യനെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്നു. മയക്കുമരുന്ന് കഴിക്കുന്ന ചെറുപ്പക്കാരൻ തക്ക സമയത്ത് മയക്കുമരുന്ന് കിട്ടാതിരിക്കുമ്പോൾ സ്വന്തം അമ്മയെ വരെ പണത്തിന് വേണ്ടി കൊല്ലുന്ന കേരളം. ആഹാരം വിളമ്പി വെച്ചിരിക്കുന്ന അമ്മ മോന് കാത്തിരിക്കുമ്പോൾ മയക്കുമരുന്ന് കഴിച്ചിട്ട് വരുന്ന മകൻ വീണ്ടും ഡോസിന് വേണ്ടി പൈസ കിട്ടാതെ വരുമ്പോൾ അമ്മയുടെ കഴുത്ത് നേരിച്ച് കൊല്ലുന്ന തൃശൂർ. കണ്ടില്ലേ മയക്കുമരുന്നുണ്ട്. തൊട്ടടുത്ത് മലപ്പുറത്ത് പെരിന്തൽമണ്ണ MES കോളേജ്, ആ കാമ്പൗണ്ടിൽ 2 വർഷം മുമ്പ് ഒരു ചെറുപ്പക്കാരന്റെ മൃതദേഹം കടന്നു. പോലീസ് വന്ന് ഇൻക്വസ്റ്റ് തയ്യാറാക്കി. ഞെട്ടിപ്പോയി. അവന്റെ ശരീരത്തിനകത്ത് ഇൻസുലിൻ എടുക്കുന്നവര് മയക്കുമരുന്ന് കുത്തിയ പാടുകൾ. അവസാനം മയക്കുമരുന്ന് കിട്ടാതെ വന്നപ്പോൾ അവൻ കഴുത്തിന് കയ്യിലെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്തു. സാക്ഷര കേരളമേ, സുന്ദര കേരളമേ, ലജ്ജിക്കുക. പാപിയുടെ വാഗ്ദാനങ്ങളുമായി കലാലയത്തിനകത്ത് വളർന്നു വരേണ്ട നമ്മുടെ ചുണക്കുട്ടന്മാരും ചുണക്കുട്ടിമാരും ഇന്ന് ഏറ്റവും നിർണായകമായ ഹാഷിഷും കഞ്ചാവോയിലും MDMAക്ക് അധിപതികളായി മാറുന്നു. കേരളത്തിലെ എക്സൈസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു. അദ്ദേഹത്തിന്റെ മൊബൈൽ നോക്കി 4 മണിക്കൂർ നോക്കിയപ്പോൾ 80 കോളുകൾ. വീട്ടമ്മമാർ, പണക്കാർ എല്ലാവരും കോൾ ചെയ്യുന്നു. ഡോക്ടർമാർ വരെ മയക്കുമരുന്ന്. ഈ കൂളിക്കടവിൽ കേൾക്കുന്ന സുഹൃത്തുക്കളെ, നിങ്ങളുടെ കരങ്ങളിൽ മയക്കുമരുന്ന് നിങ്ങൾ ഉപയോഗിക്കരുത്. ഒരു ഭാവി തലമുറയെ തകർക്കുന്ന വിനാശകരമായത് മയക്കുമരുന്ന്.
സുരക്ഷിതമാക്കരുത്. ഇന്ന് കലാലയങ്ങൾ സുരക്ഷിതമല്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മക്കൾ പഠിക്കുന്ന സ്കൂളിനകത്ത് പോലും ഗുളിക രൂപത്തിൽ മയക്കുമരുന്ന് വരുന്നു. ഇതിനെതിരെ സമൂഹം പ്രതികരിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. മൂന്നാമത്തെ സംഭവമായി പാൻപരാഗം, പാൻ മസാലയും ശംഭു. പലരും പറയുന്നു അല്പനേരം തൊണ്ടക്കിട്ട ഒരു ആശ്വാസം കൊണ്ട്. ചെറുപ്പക്കാരി, ഈ പാൻപരാഗിനകത്ത് പാൻ മസാലയ്ക്കകത്തും ഒരു കാര്യമുണ്ട്. അതിന്റെ പേര് സിന്തറ്റിക് ആസിഡ്. ആ സിന്തറ്റിക് ആസിഡ് നിങ്ങളുടെ തൊണ്ടയ്ക്കകത്ത് വരുമ്പോൾ 3 ക്യാൻസറിന് നിങ്ങൾ വരവേൽക്കുന്നു. ഒന്നാമത്തെ ക്യാൻസർ ഏറ്റവും ത്രോട്ട് ക്യാൻസർ, രണ്ടാമത്തെ ക്യാൻസർ നിർണായകമായി നാക്കിൽ ക്യാൻസർ, 3 മോണയ്ക്കകത്ത് ക്യാൻസർ. നിങ്ങൾ ഈ പാൻപരാഗം, ശംഭുവും പാൻ മസാലയും ആവശ്യമല്ല. അല്പനേരത്തെ ആശ്വാസത്തിന് വേണ്ടി വലിച്ചു കയറ്റുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നത് ഏറ്റവും ഭീകരമായ ക്യാൻസർ രോഗങ്ങൾ. കൂളിക്കടവിൽ ഞങ്ങളെ കേൾക്കുന്ന സുഹൃത്തുക്കളെ, ഇന്നുകൊണ്ട് നിങ്ങൾ ഈ ദുഷ്പ്രവൃത്തി അവസാനിപ്പിക്കണം. നിങ്ങളുടെ പാൻപരാഗം, പാൻ മസാലയും അല്പനേരത്തെ ആശ്വാസം തന്നു കഴിഞ്ഞാൽ നിങ്ങളെ വരവേൽക്കുന്നത് മാരകമായ ക്യാൻസർ. അഞ്ചാമത്തെ കാര്യം പുകവലിയ. പലരും വിചാരിക്കും ഒരു പുക ചുരുട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് പുക കളഞ്ഞാൽ ആശ്വാസം. സുഹൃത്തെ, ചേട്ടാ, ഇന്ന് പകൽ വൈകുന്നേരം നിങ്ങളിത് കേൾക്കണം. പുക വലിക്കുമ്പോൾ പുകയുടെ ഒരു ഭാഗം പുറത്തു പോകുമ്പോൾ അടുത്ത ഭാഗം നിങ്ങളുടെ ശരീരത്തിനകത്ത് തൊണ്ടയിൽ കൂടി ഇറങ്ങുമ്പോൾ ഒരു സംഭവം സംഭവിക്കും. സുഹൃത്തെ, എന്താ സംഭവിക്കുന്നത്? അത് ശ്വാസകോശത്തിൽ വരും. അത് ശ്വാസകോശ ക്യാൻസറായി മാറും. ഇതിനൊക്കെ ഒരു വിടുതൽ വേണ്ടേ? 1, ഇവിടെ കൊലപാതകം നടക്കുന്നു. 2, മയക്കുമരുന്ന് വ്യാപകമാണ്. അതിനുശേഷം മദ്യപാനം ഇവിടെ പെരുകുന്നു. അതിനുശേഷം ഏറ്റവും നിർണായകമായി ക്യാൻസർ ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നു. പുകവലി ഇവിടെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ ദുഃഖത്തോടെ, വേദനയോടെ പറയട്ടെ, ആന്ധ്രയിലും കർണാടകയിലും ഇല്ലാത്തൊരു പ്രവൃത്തി കേരളത്തിനകത്ത്. അതിന്റെ പേരാ വിവാഹമോചനം. മനസ്സിലാകുന്നവർക്ക്, ഒരച്ഛനും അമ്മയ്ക്കും ഒരു പെൺകുട്ടി വളർന്നു. വളരെ ഭക്തിയോടെ അവളെ പഠിപ്പിച്ചു വളർത്തി നല്ലൊരു വിവാഹത്തിന് വേണ്ടി അവളെ വരണമാലയും കൊടുത്ത് മണ്ഡപത്തിനകത്ത് കൊണ്ടു നിർത്തി മന്ത്രങ്ങളും മന്ത്രസൂക്തങ്ങളും വാഗ്ധോരണികളും കൊണ്ട് വിവാഹം കഴിക്കും. നല്ലൊരു ചെറുപ്പക്കാരനോട് വിവാഹം കഴിക്കുമ്പോൾ 6 മാസം കഴിയുമ്പോൾ ഡൈവോഴ്സ്. പാലക്കാട്, മണ്ണാർക്കാട് കോടതികളിൽ ഇന്ന് കിടക്കുന്ന ഏറ്റവും വലിയ കേസ് കൊലപാതക കേസല്ല, ഡൈവോഴ്സ് കേസ്. വിവാഹമോചനം ഇവിടെ പെരുകുന്നു. ഇതിനൊരു പരിഹാരം ആരിവിടെ തരും? കുടുംബങ്ങൾ അനാഥമാകുന്നു, കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നു. താലി കെട്ടിയവർ 6 മാസം കഴിയുമ്പോൾ കുടുംബ കോടതിക്കകത്ത് ഫാസ്ട്രാക്കിനകത്ത് നിൽക്കുന്നു. കേരളമേ, ലജ്ജിച്ച് തല താഴ്ത്തുക. ഇത്രയും നമ്മുടെ സാക്ഷര കേരളം, സുന്ദര കേരളം അതപ്പതിച്ച ഒരു കാലഘട്ടത്തിലേക്ക് വരുന്നു. ഇതിൽ നിന്നൊക്കെ ഒരു വിമോചനം വേണ്ട. അതുകൊണ്ടാണ് ഞങ്ങൾ കവലകളിൽ നിന്ന് ഈ കാര്യങ്ങൾ പറയുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കള്, അതിനുശേഷം ആത്മഹത്യ. എന്താ ആത്മഹത്യയുടെ പ്രത്യേകത? ഇന്ന് പലരും ബിസിനസ് പൊളിയുമ്പോൾ ആത്മഹത്യ, പ്രേമബന്ധം തകരുമ്പോൾ ആത്മഹത്യ, ചെറുപ്പക്കാരിയെ കിട്ടാതെ വരുമ്പോൾ ആത്മഹത്യ, കുടുംബത്തിൽ കലഹമുണ്ടാകുമ്പോൾ ആൾക്കാർ പോയി വെള്ളത്തിൽ ചാടുന്നു. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല സുഹൃത്തുക്കളെ. ആത്മഹത്യ ചെയ്താൽ ശരീരത്തിന് മാത്രമേ മരണമുള്ളൂ, ആത്മാവിന് മരണമില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് വൈകിയവേളയിൽ ഇതിൽ നിന്നൊക്കെ ഒരു പരിഹാരം വേണ്ടേ? അതിനുവേണ്ടി ഞങ്ങൾ ഇന്ന് പകൽ ഇവിടെ ഒരു രക്ഷകനെ പരിചയപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഖാക്കളെ, പ്രിയപ്പെട്ട കടകളിൽ വ്യാപാരം ചെയ്യുന്ന സുഹൃത്തുക്കളെ, മദ്യപാനത്തോടും മയക്കുമരുന്നിനോടും മദിരാശിയോടും ഇന്നത്തെ ആത്മഹത്യയോടും വിട പറഞ്ഞുകൊണ്ട് സർവശക്തനായ യേശുവിങ്കലേക്ക് മടങ്ങി വരുക. ഇന്ന് പകൽ ഞങ്ങൾ ബുദ്ധി ഉപദേശിക്കുന്നു. ഞങ്ങളുടെ കയ്യിലും കാശുണ്ട്. ഒരു കാലത്ത് ഞങ്ങളും മദ്യപാനികളായിരുന്നു. കീശയിൽ കടാരയുമായ രാഷ്ട്രീയത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച കാലങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ ഞങ്ങൾ മടക്കിക്കൊണ്ടുവന്നത് ഇവിടുത്തെ ഇസങ്ങളല്ല, മതങ്ങളല്ല, കാൽവറിയിലെ സ്നേഹത്താ. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ ഏകരക്ഷിതാവ് യേശു ക്രിസ്തു മാത്രം. ഒരു മതത്തിന്റെ പ്രസംഗമല്ല, ഒരു സംഘടനയുടെ പ്രസംഗമല്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ച് 3 ഘടകങ്ങളുണ്ട്. 1 ദേഹം, 2 ദേഹി, 3 ആത്മാവ്. ആത്മാവിന് മരണമുണ്ടോ? ഹൈന്ദവരുടെ പുണ്യവേദങ്ങൾ, ഋഗ്വേദവും യജുർവേദ, സാമം, അഥർവം, ഹൈന്ദവരുടെ സൂക്തങ്ങൾ പറഞ്ഞു, മനുഷ്യൻ മരിച്ചാൽ ആത്മാവിന് നിത്യവാസമില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? അതുകൊണ്ടല്ല മഹാഭാരതത്തിനകത്ത് മഹാവിഷ്ണു ചൊല്ലി, ഞങ്ങളുടെ മുൻപിൽ ഒരു മരം നിപ്പുണ്ട്, ഈ പ്രകൃതി കലിതുള്ളും, ഒരു മരം താഴെ വീഴുന്നത് പോലെ മഹാവിഷ്ണു പറയുന്നു ഈ ലോകം അവസാനിക്കും. അന്ന് ആത്മാവിന് സ്ഥിരവാസമില്ലേ, ആത്മാവ് യാതനാ സ്ഥലത്ത് കിടക്കും. അതുകൊണ്ട് ഹൈന്ദവരുടെ വേദങ്ങൾ പറയുന്നു, കർക്കിട വാവുബലി, പിതാക്കളുടെ ആത്മാവിന് ശാന്തി നേർന്നുകൊണ്ട് ആലുവായിലും പാർക്കല പാപനാശത്തും ബലി നടത്തുമ്പോൾ നിങ്ങൾക്കും അറിയാം സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ശരീരത്തിന് മാത്രമേ മരണമുള്ളൂ, ആത്മാവിന് മരണമില്ല. ഇസ്ലാമിന്റെ പുണ്യവേദങ്ങൾ അതിനകത്ത് ഖുർആനകത്ത് പറയുന്നുണ്ട്, മസ്നാദ്, ഒരുവൻ മരിച്ചാൽ അവന്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ അതെവിടെ ചെല്ലും? കീഴെ കുത്തിവലിക്കുന്ന പാമ്പുകൾ. ഞങ്ങൾ ഉയർത്തുന്ന ബൈബിളിനകത്ത് ഒരു വാക്യമുണ്ട്, ഒരുവൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ കേടാത്ത തീയും ചാകാത്ത പുഴു. അത് ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാരല്ല. ഇന്നത്തെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ശക്തനായ നേതാവ് സഖാവ് VS അച്യുതാനന്ദൻ, പാലക്കാടിന്റെ ധീര പോരാളി, മലമ്പുഴയുടെ MLA ആയ സഖാവ് VS, മുൻ മുഖ്യമന്ത്രി മാണി സാറിനോടൊപ്പം കേരള നിയമസഭയിൽ ബാർക്കോട്
പ്രബോധനം നടത്തുമ്പോൾ സഖാബ് എഴുന്നേറ്റ് ഒരു കാര്യം പറയും, സാർ ഒരുവൻ സർവ്വലോകവും നേടിയാൽ അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ ചാകാത്ത പുഴു. ഒരു ഉപദേശിമാരല്ല പറഞ്ഞത്. ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ കമ്മ്യൂണിസ്റ്റ് നേതാവ്, ഇന്ന് ജീവിച്ചിരിക്കുന്ന ആർഷഭാരതത്തിലെ ഏറ്റവും ശക്തനായ തൊഴിലാളി നേതാവ് സഖാവ് VS കേരളത്തിന്റെ നിയമസഭയിൽ പറഞ്ഞു, ഒരുവൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയ കെടാത്തതയും ചാകാത്ത പിടിമുണ്ടെങ്കിൽ ഇന്ന് പകൽ കൂളിക്കടവിൽ ഞങ്ങളെ കേൾക്കുന്ന സഹോദരി, കൊട്ടാരമായാലും മരണം വരും, കോട്ടയ്ക്കകത്തും മരണം വരും, വേലി കെട്ടി കാത്താലും മരണം വരും, മന്ത്രങ്ങളും മന്ത്രോച്ചാരണങ്ങളും സൂക്തങ്ങളും എൻ പ്രയാണ കാലം 4 വിരൽ നീളം. കുഞ്ഞായിരിക്കുമ്പോഴും മരണം, ബാല്യത്തിൽ മരണം, കൗമാരത്തിൽ മരണം. ഓടിപ്പോകുന്ന ബൈക്കിനകത്തെ ചെറുപ്പക്കാര്, 45 വയസ്സുകാരൻ പൊന്നപ്പൻ പോലും ഇവിടെ വാക്സിന്റെ പറമ്പിൽ വീണ് മരിച്ചു. ധനവാൻ, നിനക്കും മരണമുണ്ട് കുഞ്ഞ്. ദരിദ്ര, നിനക്കും മരണമുണ്ട്. സമ്പത്തുള്ള സുഹൃത്തെ, ഇന്ന് രാത്രി മരണം നിന്നെ വേർതിരിച്ചാൽ നിന്റെ ആത്മാവ് എവിടെ? അതിനുവേണ്ടിയാ ഞങ്ങൾ ഈ കവലയിൽ ഇന്ന് പകലും ഞങ്ങൾ പ്രസംഗിക്കുന്നത്. നിന്റെ ആത്മാവിന് നിത്യവാസം ഒരുക്കുവാൻ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരുവൻ ഭൂതലത്തിലേക്ക് വന്നു. അവന്റെ പേരാ യേശു ക്രിസ്തു. പലരും പറയും യേശു ക്രിസ്തു വന്നത് മതമുണ്ടാക്കാനാ. സുഹൃത്തെ, മതമുണ്ടാക്കാനല്ല. യേശു ക്രിസ്തു വന്നത് സംഘടന ഉണ്ടാക്കാനാ അല്ല. യേശു ക്രിസ്തു വന്നത് കുറെ പണം തരാനാ. അത് തെറ്റ്. കുറച്ച് കാശോ വീടോ തരാനല്ല യേശു ക്രിസ്തു വന്നത്. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തും. ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലും ഒരു ശ്വാസം ആ മനുഷ്യൻ മരണത്തിൽ പോകുമ്പോൾ അവന്റെ ആത്മാവിനെ നിത്യതയുടെ വീട്ടിലെത്തിക്കുവാൻ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന ഏക സത്യദൈവം യേശു ക്രിസ്തു മാത്രം. അതുകൊണ്ട് ഇന്ന് വൈകിയവേളയിൽ ഗൂളിക്കടവിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട 1.25 1.5 2 ഏകനാമം യേശുവിന്റെ നാമം. ഞങ്ങൾ അറിഞ്ഞ ഈ സ്നേഹം നിങ്ങളിലേക്ക് പകരുക. നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരണ്ട. ഒരാലയത്തിനകത്ത് വരാനും ഞങ്ങൾ പറയുന്നില്ല. കുഞ്ഞേ, ഇന്ന് വൈകിയവേളയിൽ എവിടെങ്കിലും വരുന്ന ഈ സത്യത്തിന്റെ ധ്വനികൾ കേട്ടിട്ട് കാലം അധികമില്ലല്ലോ. ആനപ്പുറത്തിരിക്കുന്ന പാപ്പാനെ വലിച്ചെറിയുന്നത് പോലെ ഈ പ്രകൃതി ദുരന്തങ്ങളെല്ലാം കാണുമ്പോൾ കലികാലത്തിന്റെ അന്ത്യദിനങ്ങൾ വന്ന് ഭൂമി തീരാറായി, മനുഷ്യന്റെ മരണം അടുത്തുപോയി. അതിനു മുമ്പ് നീ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച മണ്ണാകുന്ന മായ വിട്ട് നിനക്ക് നിത്യതയിൽ ഒരു ഭവനമൊരുക്ക്. അതുകൊണ്ട് യേശു വന്നത് പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി പാപത്തിനകത്ത് മരണം അവനെ മാടി വിളിക്കുമ്പോൾ പാതാളത്തിനകത്ത് യാതന അനുഭവിക്കാതെ നിത്യ പർദീസയിലെത്തിക്കുവാൻ ഉയരത്തിൽ നിന്ന് താഴേക്കിറങ്ങി വന്ന ഏക സത്യദൈവം ജീസസ് ഈസ് ദ ഓൺലി വൺ സേവിയർ. വി ആർ കമാൻഡിംഗ് ദ പ്രൊവിഷൻ ഓഫ് ജീസസ് എന്ന് വൈകിവേള ഞങ്ങൾ പറയുന്നു. അതുകൊണ്ട് മദ്യപിക്കുന്ന സഹോദര, ഇതൊരു മതത്തിന്റെ പ്രസംഗമല്ല. ഹാൻസ് കയ്യിലിരിക്കുന്ന ചെറുപ്പക്കാര, ഇതൊരു മതത്തിന്റെ പ്രസംഗമല്ല. ആത്മഹത്യ കൊതിക്കുന്ന സഹോദരി, ഇതൊരു മതത്തിന്റെ പ്രസംഗമല്ല. നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കൊലക്കളത്തിൽ ഈ പാപത്തിന്റെ പരിഹാരമായി യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുന്നുവെങ്കിൽ മരണാനന്തര ജീവിതം നിനക്കുണ്ട്. தம்பி தங்கச்சி தாயை தகர்ப்பரு இந்த நாட்கள் அருமையான தேவன் வல்லமை ஏற்றெடுத்து நீங்க கள்ளுக்குடி சாராயத்தை குடியெல்லாம் மாற்றி கர்த்தனுக்கு மும்பில் அருமையான கூப்பிட்ட ஆண்டவரே என்னை வந்து காக்கணும்னு யார் இந்த நாட்களிலே பேசுகிறது அவனை வேண்டி தெய்வீக ஸ்நேகத்தை கொடுக்குவா ஏக சத்திய ദൈവമായ യേശു ക്രിസ്തുവിനെ ഇന്ന് വൈകിയ വേളയിൽ ഗൂളിക്കടവിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. आज शाम को इसी संदेश सुनने वाला मेरा भाइयों बहनों, आप लोग किधर भी बैठेगा इस संदेश सुनने वाला है. किधर पगार नहीं जाने का, खर्चा नहीं करने का, पैसा देने का नहीं है. आपका हाथ आपका दिल में रखे ये सोच के बोलना बनता. ये क्या बोलना बनता? अपना परमेश्वर उनका बेटा यीशु मसीह के लिए इधर धरती में दे दिया. तीसरा 3 साल में वो कालवरी का पगार का अंदर 2 चोर का अंदर उसका खून मेरे को निकाल दिया. उसका खून से मेरे को सफाई करो. किसी भाई बहन बेटा बाबा मामा हाथ उठा के आज परमेश्वर का हाथ में, अपना परमेश्वर का हाथ में आपका जीवन दिएगा. आपका एक नया जीवन देने के लिए अपना परमेश्वर तैयार है. This time in this evening we are heard the simultaneous words of Jesus Christ at the Golden Cutout. Fathers, mothers, brothers and sisters, do not give any money, do not give any for us, do not come in anywhere. At the present situation, are you thinking that Jesus is Christ? He is coming in the world when giving a eternal life provided our family. Are you thinking that matter? Do not go at anywhere. Are you sitting anywhere? Lift your hand. Jesus is the only Savior. The mighty presence of Holy Spirit giving a wonderful life in this evening. ഇന്ന് പകൽ രക്തം ചിന്താതെ പാപത്തിന് വിമോചനമില്ല. പാലക്കാട് സഖാക്കൾ ചന്ദ്രൻ സഖാവ് വിളിക്കുക രക്തസാക്ഷികൾ സിന്ദാബ, രക്തസാക്ഷികൾ സിന്ദാബ. BJPയിലെ കൃഷ്ണകുമാർ ചേട്ടൻ വിളിക്കും ബലിദാനികൾ സിന്ദാബ. രക്തം ചിന്തിയവരെ മറക്കത്തില്ലെങ്കിൽ ഇന്ന് പകൽ സകല പാപത്തിന്റെ പരിഹാരത്തിന് രക്തം ചിന്തിയ ഒരു രക്ഷകന് ഇന്ന് പകൽ ഞങ്ങൾ ഗൂളിക്ക
ഗൂളിക്കടവിൽ പരിചയപ്പെടുത്തുന്നു. അവന്റെ പേരെത്ര? യേശു ക്രിസ്തു. ഒരു മതത്തിന് വേണ്ടിയല്ല, പാപം ചെയ്ത മനുഷ്യനെ നിത്യതേജസ്സിലെത്തിക്കുവാൻ വന്ന ഏക സത്യദൈവം. കാലം ഇത് അധികമില്ല. കമ്പ്യൂട്ടറും ഇന്റർനെറ്റ് മനുഷ്യനെ കൊല്ലാറായി. ചാറ്റ് GPT-യും അതിനോടനുബന്ധിച്ച് ബ്ലൂ ബ്രെയിൻ. നിങ്ങൾ കണ്ടില്ലേ എന്താ ഇവിടുത്തെ ബാങ്കിലുള്ളവരെല്ലാം കാണാൻ പോകുന്നു. ഇവിടുത്തെ കമ്പ്യൂട്ടർ ലാപ്ടോപ്പും എല്ലാം പൊട്ടിത്തെറിക്കുന്ന ഒരു കാലം വരാറായി. ലെബനോനിനകത്ത് ഇസ്രായേലിന്റെ ചാരസംഘടന ഒരു സോഫ്റ്റ്വെയർ കൂടി ഒരു മെസ്സേജ് അയച്ചപ്പോൾ ആയിരക്കണക്കിന് ലെബനോനകത്ത് പേജർ പൊട്ടി 38 പേർ മരിച്ചെങ്കിൽ ഗൂളിക്കടവെ പാലക്കാട് നിങ്ങൾ കാണാൻ പോകുന്നത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈലെല്ലാം പൊട്ടിത്തെറിക്കുന്ന കാലം, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ലാപ്ടോപ്പ് എല്ലാം പൊട്ടിത്തെറിക്കുന്ന കാലം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ കൈക്കകത്ത് ലാപ്ടോപ്പ് പിടിക്കത്തില്ല. അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇസ്രായേലിന്റെ മൊസാദ് പറഞ്ഞു, സാറേ കൈക്കകത്ത് ലാപ്ടോപ്പ് പിടിക്കരുത്, അത് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ആ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പാലക്കാടും തൃശ്ശൂരും വന്നപ്പോൾ കൈ ലാപ്ടോപ്പ് പിടിക്കത്തില്ല. അദ്ദേഹത്തിന് അറിയാം ഈ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ, നിങ്ങൾക്ക് ഏവർക്കും അറിയാം, കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ പോയി, നല്ല വെള്ള ഉടുപ്പും വെള്ളമുണ്ട്, കൈ ലാപ്ടോപ്പ് ഒന്നുമില്ല. അദ്ദേഹത്തിനും അറിയാം അന്ത്യദിനം പൊട്ടിത്തെറിക്കും. ഇവിടുത്തെ കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ്, ഇവിടുത്തെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്, സ്കൂളിലെ അധ്യാപകർക്ക് അറിയാം ഇനി വരാൻ പോകുന്ന ഒരു സൈബർ യുദ്ധമാ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈലുകളും കമ്പ്യൂട്ടറുകളും ഇവിടുത്തെ ലാപ്ടോപ്പുകളും എല്ലാം സിസ്റ്റം മാറി ചാറ്റ് GPT, OP മേറ്റയോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI വഴി, ക്യാമറ വഴി, സാറ്റലൈറ്റ് വഴി മനുഷ്യനെ പൊട്ടിക്കുന്ന ഒരു കാലം വരാറായി. ഇന്ന് ലെബനോനിൽ അത് പൊട്ടിത്തെറിച്ചെങ്കിൽ ഇവിടുത്തെ ലോകമഹായുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു പൊട്ടിത്തെറി നടക്കും. എന്നാൽ ആ പൊട്ടിത്തെറി നടക്കുന്നതിന് മുമ്പ് ക്രിസ്തുവേശുവിൽ കൂടി രക്ഷ പ്രാപിച്ച ദൈവമക്കൾക്ക് ഒരു പ്രത്യാശയുണ്ട്. അതിനു മുമ്പ് ഒരു ശബ്ദം മധ്യാകാശത്തിൽ കേൾക്കും, ഗൂളിക്കടവ്. അതിന്റെ പേരാ കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാകള്. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടിരിക്കുന്ന നാൾ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടാറായി. ഗൂളിക്കടവേ കാലം സമീപം, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങുക. ഈ ലോകം ആര് ഭരിക്കും? രാഷ്ട്രങ്ങൾ ആര് ഭരിക്കും? ഇസ്രായേലിന് സമാധാനം ആര് കൊടുക്കും? ട്രംപ് ഭരണത്തിൽ വന്നാൽ ഇവിടെ ഒരു സമാധാനം കിട്ടുമോ? മോഡി സാർ എത്ര നാൾ ചൈനയുമായിട്ട് കലാപമുണ്ടാക്കും? മണിപ്പൂര് കത്തുന്നു. അങ്ങനെയെങ്കിൽ ഇതെല്ലാം പരിഹരിക്കണമെങ്കിൽ ഇന്ന് ലോകരാജ്യങ്ങൾ ഒരുവനെ വരവേൽക്കുന്ന ന്യൂ വേൾഡ് ഓർഡർ, അതിന് എലോൺ മസ്ക് കരം കൊടുക്കുന്നു. ട്രംപ് 47ാമത്തെ പ്രസിഡന്റ് ആകുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേലിനോട് അമേരിക്കയോട് പ്രൈസ്തലോട് കൊടുക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് ബെഞ്ചമിൻ നെതന്യാഹു ഇന്നും ഇവിടെ സകല രാജ്യങ്ങളെ ആക്രമിക്കുമ്പോൾ, ഇന്ന് ഈ യോഗം നടക്കുമ്പോൾ സിറിയയുടെ പ്രസിഡന്റ് ദാരുണമായി കൊല്ലപ്പെട്ടെങ്കിൽ നേതാവിന് സുരക്ഷയില്ല, മന്ത്രിക്കും സുരക്ഷയില്ല, തന്ത്രിക്കും സുരക്ഷയില്ല, ഉപദേശിക്കും സുരക്ഷയില്ല, അച്ഛനും സുരക്ഷയില്ല. ഏത് വ്യക്തി നിന്നാലും നിമിഷം കൊണ്ട് അസ്തമിക്കും. ഒരു തോട്ടത്തിൽ നിൽക്കുന്ന പൂവിന് ഒരു കൊച്ചു പറിച്ചെടുക്കുന്നത് പോലെ മനുഷ്യന്റെ ജീവൻ പറിച്ചെടുക്കുന്ന നിമിഷങ്ങൾ മതി. അതിനു മുമ്പ് രക്ഷപ്പെടാൻ ഏക മാർഗം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഞങ്ങളുടെ വാക്ക് പരിസമാപ്തിയിലേക്ക് വരുന്നു. 1910 ഒരു നല്ല കപ്പലുണ്ടായിരുന്നു. അതിനെപ്പറ്റി സിനിമ ഇറക്കി, ടൈറ്റാനിക് കപ്പൽ. ടൈറ്റാനിക് കപ്പലിന്റെ പ്രത്യേകത, ടൈറ്റാനിക് ലണ്ടനിലെ വൈറ്റ് സ്റ്റാർ ഷിപ്പിംഗ് കമ്പനി പണിഞ്ഞതാ. 50,000 ഹോഴ്സ് പവറാ ടൈറ്റാൻ കപ്പലിന്റെ പ്രത്യേകത. ടൈറ്റാന്റെ പേര് രാക്ഷസൻ എന്ന അതിന്റെ താഴെ പലകയിൽ എഴുതി വെച്ച് ആര് വിചാരിച്ചാലും ഇതിനെ തകർക്കാൻ കഴിയത്തില്ല. കന്നിയാത്രയിൽ 357 നീളവും 87 വീതിയും 52 ഉയരമുള്ള കപ്പൽ ആട്ടവും പാട്ടുമായി പോയി. 4-ാം ദിവസം 1912 ഏപ്രിൽ 14 നല്ല ഒരു ദിവസം അറ്റ്ലാന്റിക് സമുദ്രത്തിനകത്ത് മഞ്ഞുമല കണ്ടു. ക്യാപ്റ്റനോട് അനേകം പേർ പറഞ്ഞു, സാർ 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 മഞ്ഞുമല, കപ്പൽ വടിതിരിച്ചു വിടണം. ക്യാപ്റ്റൻ പറഞ്ഞു, ദൈവം വിചാരിച്ചാലും ഇതിനെ തകർക്കത്തില്ല. മുന്നറിയിപ്പുകളെ അവഗണിച്ചു പോയ ടൈറ്റാനിക് കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിനകത്ത് തട്ടി തകർന്നു വീണു. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന തൊഴിലാളി സഹോദരങ്ങളെ, സഖാക്കളെ, ഇവിടുത്തെ മാതാപിതാക്കളെ, ഇന്ന് കിടന്നിട്ട് എഴുന്നേറ്റിരിക്കുന്നത് നാളെ ഭഗവാന്റെ കൃപ ഈശ്വരാധീനമാണെങ്കിൽ ഈ ടൈറ്റാനിക് കപ്പലിനെ പോലെ താങ്കളും തകരാറായി. മുന്നറിയിപ്പുകളെ അവഗണിച്ചു പോയാൽ വരാനിരിക്കുന്ന ന്യായവിധിക്കകത്ത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ടൈറ്റാനിക് കപ്പൽ തകരുമ്പോൾ നല്ലൊരു സന്ദേശമുണ്ട്. ഒരു ഇംഗ്ലീഷുകാരൻ ചെറുപ്പക്കാരൻ ഭയങ്കര ബിസിനസ്സുകാരൻ, അവന്റെ താഴെ മുറിക്കകത്ത് കടന്നവനാ. അവൻ ചപ്പാത്തി കഴിക്കാൻ ഏറ്റവും നിലയിലും ബസ്സിൽ പോയി. ടൈറ്റാനിക് ഇങ്ങനെ കുലുങ്ങി, അതിന്റെ പാളങ്ങൾ തകരുവാൻ തുടങ്ങി. അവന് പിടികിട്ടി കപ്പൽ തകരുവാൻ പോതോ. താഴെ അവന്റെ കടക്കകത്ത് 1-2 ഒരു $3 ലക്ഷം ഇരിപ്പുണ്ട്. അവൻ വിചാരിച്ചു ഡോളർ എടുക്കാൻ പോകും. പക്ഷെ അവൻ ആലോചിച്ചു, ഞാൻ ഈ ഡോളർ എടുക്കാൻ പോകാൻ ഒരേ ഒരു കാര്യമേ ഉള്ളൂ. എന്താ? ഡോളർ എടുക്കാൻ പോയി കഴിഞ്ഞാൽ കപ്പൽ താന്നാൽ ഞാൻ ഉപ്പുവെള്ളത്തിൽ പോകും. അവന്റെ മനസ്സിൽ ആരോ മന്ത്രിച്ചു. അവൻ ഭക്ഷണം കഴിക്കുന്നിടത്ത് ലൈഫ് ജാക്കറ്റ് കിടക്കുന്നു. അവനോട് ആരോ പറഞ്ഞു, ഈ ലൈഫ് ജാക്കറ്റ് എടുത്ത് താങ്കൾ വെള്ളത്തിൽ ചാടിയാൽ എവിടെങ്കിലും ഒരു വെള്ളം കിട്ടി രക്ഷപ്പെടും. ആ ചെറുപ്പക്കാരന്റെ പുസ്തകം വായിച്ച് ഞാൻ കരഞ്ഞുപോയി. അവന് കിട്ടിയ ഒരു ലൈഫ് ജാക്കറ്റിനകത്ത് അവൻ എടുത്തു ചാടി. അടുത്തൊരു വെള്ളം കിട്ടി, അവൻ രക്ഷപ്പെട്ടു. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇന്നുള്ള ഭൂമിയും ആകാശവും
ദൈവം തീക്കാ സൂക്ഷിക്കുന്നു. ഭരണകൂടങ്ങൾ തകരുന്നു, കടലിന്റെ മുഴക്കം കേൾക്കുന്നു, ജാതിയോട് എതിർക്കുന്നു, മലകളെല്ലാം ഇവിടെ തകരുന്നു. അതിന്റെ നടുവിൽ ഇന്ന് വൈകിയ വേളയിൽ ഞങ്ങൾ ഒരു ലൈഫ് ജാക്കറ്റിനെ ഇവിടെ പരിചയപ്പെടുത്തുന്നു. അവന്റെ പേരത്ര ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. ഊളിക്കടവ് മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുക ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിന്റെ നാമം. പുണ്യ സ്ഥലങ്ങൾ തേടണ്ട, സ്വോത്രകാഴ്ചകൾ വാരി കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് മഹിമാസനം വിട്ട് താഴേക്കിറങ്ങി വന്ന് 2 കള്ളന്മാരുടെ നടുവിൽ ഒരു പടയാളി യേശുവിന്റെ ചങ്കത്ത് കുത്തിയപ്പോൾ അവന്റെ ചങ്കിൽ നിന്ന് രക്തമൊഴുകിയെങ്കിൽ ആ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമെന്ന് ആരിന്ന് വൈകിയവേളയിൽ പ്രാർത്ഥിക്കും. കുഞ്ഞെ, നിന്റെ പേര് നിത്യതയുടെ കവാടത്തിൽ ചേർക്കപ്പെടും. ഈ വചനങ്ങളാൽ ഊളിക്കടവിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ 1.25 മണിക്കൂറായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടുത്തെ കച്ചവടക്കാരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടുത്തെ ഓട്ടോ തൊഴിലാളി സഖാക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടുത്തെ സുഹൃത്തുക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. 2024 ഒരു അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്മസിന്റെ അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങൾ വരുന്നു. സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന നല്ലൊരു പട്ടണമായി ഈ ഊളിക്കടവ് മാറട്ടെ. വി ആർ ഗിവിംഗ് എ സ്പെഷ്യൽ താങ്ക്സ് all over the merchants, all over the drivers, all over the peoples in Uli-Kadav. We are allowed to 1.5 hours the simultaneous message we are provided this city. അതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു. പ്രിയ സുഹൃത്തുക്കളെ, 2025 പുതുവർഷത്തിന്റെ അഡ്വാൻസ് നിങ്ങൾക്ക് ഞങ്ങളുടെ അഭിവാദനങ്ങൾ തരുന്നു. ഒരമ്മ മക്കളായി രാഷ്ട്രീയവും കൊടിയും മതവും നിറവും മറന്നുകൊണ്ട് നല്ല ഇന്ത്യക്ക് വേണ്ടി, നല്ല കേരളത്തിന് വേണ്ടി ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിച്ച് മുന്നോട്ട് പോകുവാൻ നല്ലൊരു കൂട്ടത്തെ ഊളിക്കടവിൽ ദൈവം ബലപ്പെടുത്തട്ടെ. ഇവിടുത്തെ കച്ചവടക്കാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവിടുത്തെ ആലയങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവിടുത്തെ നാനാജാതി മതസ്ഥർ അനുഗ്രഹിക്കപ്പെടട്ടെ. വിദേശ രാജ്യങ്ങളായിരിക്കുന്ന കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഒരിക്കൽ കൂടി 2025 ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ബ്ലസ്സിംഗ് ഇയറായി ഞങ്ങൾ ഊളിക്കടവിനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, ഇവിടെ ഏതെങ്കിലും മദ്യപാനികളോ രോഗികളോ ദുഃഖിക്കുന്നവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ ഞങ്ങളുടെ അടുത്തേക്ക് വാ. 1.25 മണിക്കൂർ ഈ മദ്യപാനത്തിൽ നിന്ന്, മയക്കുമരുന്നിൽ നിന്ന്, സമൂഹത്തെ കൊല്ലുന്ന വിപത്തിൽ നിന്ന്, മദിരാക്ഷിയിൽ നിന്ന്, ആത്മഹത്യയിൽ നിന്ന്, തകരുന്ന കുടുംബജീവിതത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ ഒരുവന്റെ നാമമേ ഇവിടെയുള്ളൂ, യേശു ക്രിസ്തു എന്ന ഏക സത്യദൈവം. ഉലകത്തിലെ മഹാന്മാരെല്ലാം കല്ലറയ്ക്കകത്ത് നിദ്ര കൊള്ളുന്നു. കാറൽ മാർക്സും ഏംഗൽസും ബ്രിട്ടനകത്ത്, സ്റ്റാലിനും ലെനിനും എവിടെ ലണ്ടൻ ഇവിടെ റഷ്യക്കകത്ത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ആദർശധീരനായ ബാപ്പുജി, അതിനോടൊപ്പം ഇന്ദിരാജി, നെഹ്റുജി, രാജീവ് ഗാന്ധി ഇവരെല്ലാം രാജ്ഘട്ടിൽ കിടക്കുന്നു ചെങ്കോട്ടയിൽ. എന്നാൽ പടിഞ്ഞാറ് പലസ്തീനിലെ ചെരുവിൽ അടിമത്യക്കാരനായ യോസഫിന്റെ കല്ലറ തുറന്നു കിടക്കുന്നു. അവൻ ഇവിടെ ഇല്ല. യേശു ക്രിസ്തു മരിച്ചവരിൽ ആദ്യ ബലക്കറ്റയായി ഉയർത്തെഴുന്നേറ്റെങ്കിൽ തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമതും വരാറായി. ഇന്ന് വൈകിയ വേളയിൽ ഈ പട്ടണമേ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഞങ്ങളെ കേട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ക്രിസ്തീയ അഭിവാദനങ്ങൾ, നല്ല ക്രിസ്മസ് ആശംസകൾ. പുതുവർഷത്തിൽ നല്ല കുടുംബജീവിതം, നല്ല ബിസിനസ്, നല്ല കുഞ്ഞുങ്ങൾ, ഇവിടുത്തെ പട്ടണത്തിലെ കുഞ്ഞുങ്ങൾ നല്ല ഡോക്ടേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ്, ഊളിക്കടവിൽ നല്ല ഓഫീസുകൾ, നല്ല ബിസിനസ് മണ്ഡലങ്ങൾ, എല്ലാ സഹോദരങ്ങളും ഒരമ്മ മക്കളെ പോലെ ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ കൊടുക്കണമേ. 2025 പുതുവർഷത്തിന്റെ നന്മകൾ ഈ പട്ടണത്തിൽ നേർന്നുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ സമാപിക്കുന്നു. ഈ സമയത്ത് ഞങ്ങളുടെ ഒരു ദൈവദാസൻ ഈ ഊളിക്കടവിന് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു.